കാട്ടുകള്ളൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത്. കേരളത്തിൽ CM നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ CM അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്. ആ CM-ന്റെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്ന CM അറിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പെ പരാജയമാണ്. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാർട്ടിയും മുഖ്യമന്ത്രിയും പോലീസും തികഞ്ഞ പരാജയമാണെന്ന് പ്രഖ്യാപിച്ചും സ്വർണ്ണക്കടത്ത് കേസുകളിലടക്കം സ്വയം അന്വേഷണം ഏറ്റെടുത്തും ഇടത് MLA PV അൻവർ. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം, ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. പിണറായി വിജയൻ CPM-ന്റെ അവസാന മുഖ്യമന്ത്രിയാകും. പിണറായി എന്ന സൂര്യൻ കെട്ടുപോയിരിക്കുന്നു. ക്യാപ്റ്റൻ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന പിണറായി ഹാൻഡിക്യാപ്ഡാണ്. CM-ന്റെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലോട്ട് താണിരിക്കുന്നു. ADGP MR അജിത് കുമാർ എഴുതിക്കൊടുത്ത തിരക്കഥ വായിച്ച മുഖ്യമന്ത്രി തന്നെ സ്വർണ്ണക്കടത്തുകാരനാക്കി അധിക്ഷേപിക്കുകയും എന്തൊക്കെയോ വിളിച്ചു പറയുകയും ചെയ്തു. മരുമകൻ മുഹമ്മദ് റിയാസിനെ വളർത്താനല്ല പാർട്ടി. CPM സംസ്ഥാന സെക്രട്ടറിക്ക് പോലും നിവൃത്തിയില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി കാട്ടുകള്ളനാണ്, നട്ടോറിയസ് ക്രിമിനലാണ് ADGP MR അജിത് കുമാർ. സ്വർണം പൊട്ടിക്കലിൽ പോലീസിൻ്റെ പങ്ക് 2 കാരിയർമാരുടെ സാക്ഷ്യപ്പെടുത്തൽ വീഡിയോ പുറത്ത് വിട്ട് അൻവർ വെളിപ്പെടുത്തി. അൻവർ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു. പറയാനൊന്നും ബാക്കി വെച്ചില്ല. എങ്കിലും പ്രതികരിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അൻവർ ഓർമ്മപ്പെടുത്തുന്നു. എന്തിനുള്ള പുറപ്പാടിലാണ് അൻവർ? നമുക്ക് പരിശോധിക്കാം. BJP വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, സാമൂഹ്യ നിരീക്ഷകരായ ശ്രീജിത്ത് പണിക്ക, MK ഹരിദാസ്, അഡ്വക്കേറ്റ് K പ്രമോദ്, ഇടത് മുന്നണി നേതാവ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, മുഖ്യമന്ത്രി തനിക്ക് അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞ അൻവർ 2 മണിക്കൂറോളം നീണ്ട വാർത്താസമ്മേളനത്തിൽ ഈ സോക്കോൾഡ് അച്ഛനെ തള്ളിപ്പറയുകയും വെല്ലുവിളിക്കുകയും മാത്രമല്ല, വലിച്ച് നിലത്തിട്ട് ചവിട്ടി അരച്ചിരിക്കുകയാണ്. സൂര്യൻ കെട്ടുപോയി എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചു എന്നല്ലേ അർത്ഥം? അൻവർ പിണറായിയുടെ അന്തകനായിരിക്കുന്നു. അത്യന്തം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ. പിണറായി അറിഞ്ഞുകൊണ്ടാണ് സ്വർണ്ണക്കടത്തടക്കം നടക്കുന്നതെന്ന് CPM സഹയാത്രികനായ ഒരു MLA വിളിച്ചു പറയുമ്പോൾ കാര്യങ്ങൾ കൈവെട്ടുപോയി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ. തീർച്ചയായിട്ടും അൻവർ പുറത്തേക്കാണ്. അൻവറിന് ഇനി ഇടതു മുന്നണിയിൽ സ്ഥാനമുണ്ട് എന്ന് നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങൊരു പുറത്തേക്കാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മലപ്പുറം ജില്ലയിലെ BJPയുടെ ചില നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തി. കാരണം 2-3 ദിവസം മുന്നെയാണ് അൻവർ ഇനി പരസ്യ പ്രസ്താവന ഇല്ല എന്ന് പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഞാനന്ന് മനോരമയിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് 8:35 വരുന്നത്. ആ സമയത്ത് ഞങ്ങളൊക്കെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത് ഇതാ ഇനിയും ഇത് തുടരും, ഇവര് പരസ്പരം ചളിവാരി എറിയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അപ്പോ ഇടതു മുന്നണിയുടെ CPM-ന്റെ പ്രതിനിധി അരുൺ കുമാർ കണ്ടോ, BJP പ്രതിനിധിയൊക്കെ സ്വപ്നമൊക്കെ മലപ്പൊടിക്കാരന്റെ സ്വപ്നമായി, കണ്ടോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെയാണ്, പാർട്ടി പറഞ്ഞാൽ കേൾക്കും, കണ്ടോ എന്ന് പറഞ്ഞ് അവര് വലിയ വർത്തമാനം പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോ ഒരു 2 ദിവസം ആകുമ്പോഴേക്കും അൻവർ വീണ്ടും അതിന്റെ പത്രസമ്മേളനം നടത്തി. ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനു മുമ്പ് പരസ്യമായി ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയെ ഇരുത്തിക്കൊണ്ട് വിമർശിച്ചു. അപ്പൊ അയാൾ പുറത്തേക്കുള്ള വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. അയാൾ ഇനി ഇടതുമുന്നണിയിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അവരെ മലപ്പുറം ജില്ലയിൽ അന്വേഷിച്ചപ്പോൾ അവര് പറയുന്ന ഒരു കാര്യം,
ഈ സ്വർണ്ണ കള്ളക്കടത്തുകാർ എയർപോർട്ടിന്റെ പുറത്ത് ഈ സംഗതി എത്തിക്കുന്നു. കസ്റ്റംസിനെ സ്വാധീനിച്ചിട്ടാവാം, കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിച്ചിട്ടാവാം, എന്താന്ന് നമുക്കറിയില്ല. അവർ പുറത്തെത്തിയ ശേഷം അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതാണ് അൻവറിന്റെ ഒരു പ്രശ്നം. വേറൊരു പ്രശ്നം മരമുറിയാണ്. വേറൊരു പ്രശ്നം അദ്ദേഹത്തിന്റെ തന്നെ പ്രോപ്പർട്ടിയിൽ നിന്നും 2500 കിലോ തൂക്കമുള്ള വയറുകൾ നഷ്ടപ്പെട്ടു. അതിൽ പോലീസ് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. പിന്നെ ഒരു കൊലപാതകം, പിന്നെ മണ്ണടിക്കാൻ സമ്മതിക്കുന്നില്ല, ലൈഫ് പദ്ധതി, ഇതൊക്കെയാണ് പ്രശ്നം. പക്ഷെ അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ അവർ എയർപോർട്ടിനുള്ളിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വരുമ്പോൾ പോലീസ് പിടിക്കുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ വിവരം, അതിൽ ചില ആളുകൾ അൻവറിന് വേണ്ടപ്പെട്ടവരായിരുന്നു എന്നും അവരെ പിടിച്ചപ്പോൾ അൻവറിന് അത് വലിയ തോതിലുള്ള വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടും അൻവറിന് അവരെ സഹായിക്കാൻ സാധിച്ചിട്ടില്ല, അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വേണ്ടത്ര സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹത്തിന് അത് കാരണം ബേജാറുണ്ട് എന്നുമാണ് എനിക്ക് കിട്ടിയ വിവരം. സത്യമാണോ എന്ന് അറിയില്ല. ഏതായാലും അൻവർ എന്താ പറയാ മുറിവേറ്റിട്ടുണ്ട്. അൻവറിന് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇടതു മുന്നണിയിൽ. അയാൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അൻവർ ഇനി ഇടതു മുന്നണിയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. യെസ്, എം കെ ഹരിദാസ്, അത്യന്തം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ. എന്തായാലും ഞായറാഴ്ച പൊതുയോഗം വിളിച്ചിട്ടുണ്ട് അദ്ദേഹം നിലമ്പൂരിൽ. ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് പറയുന്നത്. MLA സ്ഥാനം രാജിവെക്കില്ല എന്നാണ് പറയുന്നത്. കാരണം തന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ കൊടുത്ത ഒരു പദവിയാണ്, അതുകൊണ്ട് തൽക്കാലം രാജിവെക്കില്ല എന്ന് പറയുന്നു. പക്ഷേ നിയമ പോരാട്ടത്തിന് തുടക്കം കുറിക്കുമെന്ന് പറയുന്നു. ഹൈക്കോടതിയെ സമീപിക്കും. കാരണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അമ്പേ പരാജയം എന്ന് CPM സഹയാത്രികനായ MLA പലകുറി ആവർത്തിക്കുന്നു. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞിരുന്നു. നോക്കൂ, മാത്രമല്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി ഒരു നിമിഷം പോലും അവിടെ തുടരരുത് എന്ന് പറയുകയാണ്. കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഈ വൃത്തികേടുകളെല്ലാം നടക്കുന്നത് എന്ന് അൻവർ പറയുന്നു. മാത്രമല്ല അൻവറിൻ്റെ ഏറ്റവും വലിയ പരാതി മുഖ്യമന്ത്രി ചതിച്ചു എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ മുഖ്യമന്ത്രി ചില ഉറപ്പുകളൊക്കെ കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുന്നു. മലപ്പുറം SP ആയിരുന്ന സുജിദാസിനെ മാറ്റുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. പക്ഷേ പിന്നീട് ഈ അജിത് കുമാർ, ADGP MR അജിത് കുമാർ, അൻവർ ടാർഗറ്റ് ചെയ്യുന്ന അജിത് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ അന്വേഷണമൊക്കെ നടക്കുന്നത്. DGP മേൽനോട്ടം വഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും സമാന്തരമായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനം അജിത് കുമാർ അത് മുന്നോട്ട് നയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള പരാതി ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, പാർട്ടി തന്നെ വിലക്കിയാണ് അൻവറെ. മുഖ്യമന്ത്രി നേരത്തെ വിലക്കി, പത്രസമ്മേളനം നടത്തരുത്, ഇത് പൊതുസമൂഹം പറയേണ്ടതല്ല. അദ്ദേഹം അങ്ങനെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അൻവർ, നേരത്തെ നമ്മുടെ ശ്രീപത്മനാഭൻ വക്കീൽ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ ഭാഗമാണ് എന്ന ഒരു സംശയം കൂടി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതാണ് എനിക്ക് തോന്നുന്നു അൻവറിനെ കൂടുതൽ മുറിവേൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു, ചതിച്ചു, മാത്രമല്ല തന്നെ അപമാനിച്ചു, അധിക്ഷേപിച്ചു എന്നുള്ളത്. എന്തായാലും ഒരു നിയമ പോരാട്ടത്തിന് തുടക്കം കുറിക്കുമെന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ അൻവർ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. അൻവർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ ഉണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് വിദേശത്ത് ചില വ്യവസായങ്ങൾ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിലും ഇതെല്ലാം വിളിച്ചു പറയാൻ കാണിച്ച ആ ഒരു ചങ്കൂറ്റം, അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? എനിക്കിതിൽ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ശ്രീ ബലദേവ് ഈ ചർച്ചയിൽ വന്നുപെട്ടത് എനിക്കൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ലാസ്റ്റ് 5 ദിവസം മുമ്പ് ശ്രീ അനിൽ നമ്പ്യാരും ഞാനും ബലദേവൊക്കെ കൂടിയിട്ട്, ബലദേവ് സാറൊക്കെ കൂടി പങ്കെടുത്ത ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്, ഹരിദാസേ ഇനി അൻവറിന് ഒന്നും പറയാനില്ല, അൻവർ ഇനി ഒരു പത്രസമ്മേളനം നടത്തില്ല, അൻവറിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞത്, ശ്രീ ബലദേവ് സാർ കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഞാൻ പറഞ്ഞു അൻവർ ഇനിയും വരും, അൻവർ ഇനി പറയാനുള്ളതിന്റെ പകുതി അൻവർ പറഞ്ഞിട്ടുള്ളൂ, ഇപ്പോഴും ഇന്നും പറഞ്ഞിരിക്കുന്നത് അതിന്റെ കാൽഭാഗമാണ്. ഇനിയാണ് അൻവറിനെ ഭയപ്പെടേണ്ടത്. കാരണം അൻവറിനെ CPM എന്ന് പറയുന്ന പാർട്ടിയെ കുറിച്ചിട്ട് ഒരു ചുക്കും അറിയില്ല
ശ്രീ അനിൽ നമ്പ്യാർ. കാരണം കാലോചിതമായിട്ട് പാർട്ടിക്ക് എതിരാവുകയും പാർട്ടി നേതാക്കൾക്ക് എതിരാവുകയും പാർട്ടി നേതാക്കളുടെ ചെയ്തികളെ വിമർശിക്കുകയും ചെയ്തവരെ കക്കില കൂട്ടാതെ പുറത്തേക്കിടാൻ വേണ്ടിയിട്ട് ഒറ്റ കൈയായി നിൽക്കുന്നവരാണ് ഈ CPM-കാർ എന്നുള്ളത്. അപ്പൊ നാളെ പിണറായി വിജയനും ഈ അനുഭവം ഒരുപക്ഷെ വരുമായിരിക്കാം. പക്ഷെ പിണറായി വിജയൻ വരില്ല. കാരണം അദ്ദേഹം ഏകാധിപതിയെ പോലെ ഇപ്പോ പാർട്ടിയുടെ എല്ലാം എന്ന വ്യക്തിത്വം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് വരില്ല. ബാക്കി ആരും CPM എന്ന് പറയുന്ന പാർട്ടിയിൽ സുരക്ഷിതരല്ല. അവിടെയാണ് ഈ പാർട്ടിയെ കുറിച്ചിട്ട് അൻവറിന് ഒരു ചുക്കും അറിയില്ല. O ഭരതന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, MV രാഘവന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, KR ഗൗരി അമ്മയുടെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഉള്ള ഉദാഹരണങ്ങളൊക്കെ ഈ മനുഷ്യൻ മനസ്സിലാക്കണമായിരുന്നു. ഇത്തരം ഒരു പടപ്പുറപ്പാടിനെ, ഒരു കൊട്ടാര വിപ്ലവത്തിനെ ഇറങ്ങി പുറപ്പെടുമ്പോ ഞാൻ ഇതിനു മുമ്പ് നടന്ന ചർച്ചയിലും ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞു, ഇതൊരു പങ്ക് കച്ചവടത്തിന്റെ എന്തോ ഒരു ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പിരിഞ്ഞിട്ടുള്ളതിന്റെ ഒരു, നമ്മൾ പറയില്ലേ, ഒരു മോഹഭംഗത്തിന്റെ വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. ഈ കേരളം ഈ ദുർഭരണത്തിന്റെ കീഴിൽ ഏകദേശം 9 വർഷമാകാൻ 8.5 വർഷം കഴിഞ്ഞ് ഈ ദുർഭരണത്തിന്റെ കീഴിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും ഈ അൻവർ ഇത്രയും ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പൊട്ടിത്തെറിയിൽ പ്രശ്നമല്ല. അദ്ദേഹം ഊന്നി സംസാരിക്കുന്ന ഒരേ ഒരു വിഷയം സ്വർണ്ണ കള്ളക്കടത്തും സ്വർണത്തിന്റെ പിടുത്തവും സ്വർണം പൊട്ടിക്കലും എയർപോർട്ടിൽ നിന്ന് പുറത്തു കിടക്കുന്ന സ്വർണം പോലീസുകാർ പിടിക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും, പിന്നെ ശ്രീ പത്മനാഭൻ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു മരമുറി കേസ്, അതൊന്നും അല്ല പ്രശ്നം. അദ്ദേഹം ആപാത ചൂടം ഒരു തട്ടാന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളനമൊക്കെ കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് ബോറടിക്കും കാരണം കൊണ്ട് ഞാൻ പിന്നീട് ക്യാപ്ഷൻസ് ആയിട്ട് വരുന്ന പിന്നെ അപ്ഡേറ്റുകൾ മാത്രമേ നോക്കാറുള്ളൂ. അപ്പൊ ഒരു തട്ടാൻ്റെതായി തുണിയിൽ തേച്ചു കൊണ്ടുവന്നു. ഇദ്ദേഹത്തിന് ഏകദേശം ഒരു 8 മാസത്തോളം ഈ മുഖ്യമന്ത്രി ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനനത്തിന് വേണ്ടി പറഞ്ഞയച്ചൊരു കാര്യം കൂടി കൂട്ടി വായിക്കുമ്പോ ഈ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ കാര്യത്തിലുള്ള ഒരു പങ്ക് കച്ചവടം, അല്ലെങ്കിൽ അതുമായിട്ട് P ശശി വഴി ADGP അജിത് കുമാർ വഴി മുഖ്യമന്ത്രിയുമായി ഉറപ്പിച്ച ഒരു പങ്ക് കച്ചവടത്തിന്റെ കാര്യത്തിലുള്ള ഒരു തെറ്റിപ്പിരിയൽ ഇവർക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ധാരണക്കുറവ് ആർക്കോ പാളിയിട്ടുണ്ട്. ആ ധാരണക്കുറവിന്റെ പേരിൽ അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാണ്ട് കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ ദുരിതങ്ങൾ ആലോചിച്ചിട്ടോ ഈ ഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടോ അല്ല അൻവർ എന്ന് പറയുന്ന സ്വതന്ത്ര MLA, ഇടത് MLA ഈ കാണിച്ചു കൂട്ടുന്ന പരാക്രമം. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞു, അതായത് സഖാക്കന്മാർക്ക്, പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ ന്യൂനപക്ഷത്തിനും നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോലും നീതി കിട്ടുന്നില്ല. ഈ പിന്നെ CPM പ്രവർത്തകർക്കെതിരെ കള്ളക്കേസെടുക്കുന്നു പോലീസ്. അതുകൊണ്ട് സഖാക്കളെ എന്ന് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പലവട്ടം അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. 45 വർഷം മുമ്പ് മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറാൻ വേണ്ടി എൻ്റെ നാട്ടിലെത്തിയ ഒരു വ്യക്തി ഒരു വെസ്പ സ്കൂട്ടർ കൊണ്ടുവന്നു. ആ ലോറിയിലെ സാധനങ്ങൾ ഇറക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭയങ്കര തർക്കത്തിൽ എനിക്കും ഇടപെടേണ്ടി വന്നു. അപ്പൊ അന്ന് അതിലെ ഈ വെസ്പ സ്കൂട്ടറിന്റെ ഉടമസ്ഥനെ ഇവർ വിശേഷിപ്പിച്ചത് ബൂർഷ്വ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ഞാൻ ഈ CITUവിന്റെ ഒരു നേതാവിനോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ? ഞങ്ങൾക്ക് പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞു തന്നിരിക്കുന്നത് വെസ്പ സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു ഇരുചക്ര വാഹനം സ്വന്തമായിട്ടുള്ളവൻ ബൂർഷ്വയാണ് എന്ന് പഠിപ്പിച്ച പാർട്ടി ഈ അൻവറിനെ പോലെ, കാരാട്ട് റസാക്കിനെ പോലെയുള്ള കുത്തക മുതലാളിമാരെയും ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് രാജാക്കന്മാരെയും ഒക്കെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുണ്ടായ സാഹചര്യം കൂടി അങ്ങനെ ഒരു പ്രശ്നത്തിൽ നമ്മൾ വിലയിരുത്തണം. ശ്രീ അനിൽ നമ്പ്യാർ, എങ്ങനെയാണ് പാർട്ടിക്കുള്ളിൽ എങ്ങനെയാണ് ഇത്തരക്കാർ കടന്നുകൂടിയിരിക്കുന്നത്? കാരണം മറ്റുള്ളവരെല്ലാം ബൂർഷ്വ, ഞങ്ങൾ മാത്രം ബൂർഷ്വ അല്ല എന്ന് നടിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലേക്ക് ഇത്തരം അൻവർമാരെ കടത്തിവിട്ടിട്ട് ഇപ്പോ വേലിയിലിരുന്ന പാമ്പിനെ എടുത്തിട്ട് മർമ്മസ്ഥാനത്ത് വെച്ചവരുടെ ഗതികേടിലായില്ലേ പിണറായി വിജയൻ? അദ്ദേഹം ഉദയസൂര്യനല്ല, അദ്ദേഹത്തിന്റെ ഗ്രാഫ് നേരെ താഴത്തേക്ക് പോയി എന്നൊക്കെ ഒരു അൻവറിനെ MLA ആക്കി, വിശ്വാസം കൊണ്ട് MP ആക്കി പൊന്നാനിയിൽ മത്സരിപ്പിച്ചു, വീണ്ടും MLA ആക്കി കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയെയും ആ പാർട്ടിയുടെ ഈ അൻവറിന് വേണ്ടി സകല കരുക്കൾ നീക്കിയ മുഖ്യമന്ത്രിയെയും തള്ളിപ്പറയുക മാത്രമല്ല, തന്റെ പിതാവിന് തുല്യമായ വ്യക്തിക്ക് ഇനി ഒരു പിതൃതർപ്പണം നടത്തുക മാത്രമേ അൻവർ ചെയ്യാനുള്ളൂ എന്ന നിലയിലാണ് ഇന്നത്തെ പത്രസമ്മേളനം. തീർച്ചയായിട്ടും ശ്രീ അനിൽ നമ്പ്യാർ എന്നോട് ചോദിച്ച ചോദ്യത്തിനും ഈ പത്രസമ്മേളനം നടത്താനുണ്ടായ അൻവറിന്റെ ധൈര്യത്തിനെയും അങ്ങേയറ്റം അഭിനന്ദിക്കുമ്പോൾ തന്നെ ഇത് വ്യക്തി
വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിനപ്പുറം ഇതിൽ സാമൂഹ്യ സേവനമോ പൂതലിച്ച ഒരു ദുഷിച്ച ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളിയായോ നമ്മൾ കണ്ടുകൊണ്ട് ഇത്തരം ഒരു ചർച്ചയിൽ നമ്മൾ സംവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വിഡ്ഢിത്തമായിട്ട് വേണം കണക്കാക്കാൻ. ഈ മനുഷ്യനെ എന്തോ പാർട്ടിയിലൂടെ അത് ഇപ്പൊ ലാസ്റ്റ് മുഖ്യമന്ത്രി 5 മിനിറ്റ് എന്നും അരമണിക്കൂർ എന്ന് അൻവറും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കൂടിക്കാഴ്ച സെക്രട്ടേറിയറ്റിൽ നടന്നുല്ലോ. അതിൽ മുഖ്യമന്ത്രി എന്തൊക്കെയോ ഇദ്ദേഹത്തോട് നമ്മൾ പറയില്ലേ, പറയാതെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തമ്മിലുള്ള ഇത് കറക്റ്റ് താങ്കൾ ആ വാക്കിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഈ കൊട്ടാര വിപ്ലവത്തിലെ സെറ്റിൽമെന്റ് ഷോക്കിൽ നിന്നും അൻവർ ഉറഞ്ഞു തുള്ളുന്നതാണ് ഈ കാണുന്നത്. ശ്രീ ബലദേവ് സംസാരിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇനിയുള്ള അൻവർ വിളിച്ചു പറയാൻ പോകുന്ന കാര്യങ്ങള് സ്വപ്ന വിളിച്ചു പറഞ്ഞതിന്റെ ബാക്കിയാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കാരണം സ്വപ്ന പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചിട്ടില്ല, സ്വപ്ന പറഞ്ഞതിനെ ബിരിയാണി ചെമ്പിനെ വിശ്വസിച്ചില്ല, ഖുറാൻ കഥകൾ വിശ്വസിച്ചില്ല. പക്ഷെ ഇന്ന് അൻവർ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നിടത്ത് നിന്നും അൻവർ തുടർന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഈ 8.5 വർഷത്തെ ഭരണം ഇത്രയും ദുഷിച്ചു നാറിയതാണെന്നും ആ ഭരണത്തിന്റെ മറവിൽ നടന്ന വലിയ കൊള്ളകളെ കുറിച്ചുമാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം വിഡ്ഢികളായിരുന്നു എന്ന് വരുത്തി തീർക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് ശ്രീ ബലദേവ് ഇനി പുറത്തു വരാൻ പോകുന്നത്. അങ്ങ് ഇതിന് കൃത്യമായിട്ട് കാരണം അങ്ങ് എന്നോട് പറഞ്ഞതാണ്, ഇനി ഹരിദാസ് ഒന്നും പറയാനില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, പറയാനുള്ളതൊക്കെ ഇനിയും അൻവർ പറയുമെന്ന് ആണ് ശ്രീ അനിൽ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. ബലദേവ്, ആഭ്യന്തര വകുപ്പിനും തദ്വാര ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉദകക്രിയ നടത്തിയ പോലെ ആയി ഇപ്പോൾ അല്ലേ? സൂര്യൻ കെട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ മുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ അച്ഛൻ ചത്തുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ആരിലും വിശ്വാസമില്ല. മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ മരുമോന് വേണ്ടി മാത്രം ഇങ്ങനെ ഭരണം നടത്തിയാൽ മതിയോ, മരുമോന് വേണ്ടി മാത്രമാണോ പാർട്ടി എന്നൊക്കെ. അക്ഷരാർത്ഥത്തിൽ അൻവറിൻ്റെ പത്രസമ്മേളനം അത് പാർട്ടിയെ സത്യത്തിൽ പിടിച്ചു കുലുക്കിയില്ലേ അല്ലേ? ഒറ്റ മിനിറ്റ് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം വരുന്നു. തത്സമയ സംഭാഷണത്തിനോടൊപ്പം ചേർന്ന് പാർട്ടി വിരുദ്ധ ഗവൺമെന്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സമീപനം ആവർത്തിക്കരുത് എന്ന് ഇന്നലെ പറഞ്ഞതാണ്. അത് സംബന്ധിച്ച് പാർട്ടി വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയേണ്ടതായി പറയും എന്നാണ് പറയാനുള്ളത്. അതെല്ലാവരും ഇങ്ങനെ ഒരു ഗുരുതരവുമില്ല, ഒരു ഗുരുതരായ ആരോപണവുമില്ല. ആരോപണം ഇല്ലാത്തതാണ് പ്രശ്നം. അതൊക്കെ ആയിക്കോട്ടെ, നാളെ അതെ വിശദമായിട്ട് കാര്യങ്ങൾ നാളെ പറയാം. അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതിപക്ഷം പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ രാജിവെക്കണം എന്നുള്ള സമരവും നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഭരണപക്ഷത്തെ MLA ആണ്, അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അതിന് അനുവദിക്കരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ വീണ്ടും അത് അതേ രീതിയിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു. അതല്ലേ പറഞ്ഞത്, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ. അടുക്ക ബലദേവ ഗുരുതരമായ ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ല, പക്ഷേ തക്കതായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഗോവിന്ദന് പോലും രക്ഷയില്ല എന്നാണ്. നോക്കൂ, ഗോവിന്ദന് പോലും കൃത്യമായിട്ടൊരു മറുപടി നൽകാൻ സാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട BJP നേതാവ് പത്മനാഭൻ തുടക്കത്തിൽ തന്നെ വളരെ നിഷ്പക്ഷമായി തന്നെ കാര്യങ്ങൾ വിലയിരുത്തി. അൻവർ നേരത്തെ തന്നെ പറഞ്ഞ കുറെ ആരോപണങ്ങൾ, മാമി തിരുവതാനും ADGPക്കെതിരെയുള്ളത്, സുജിത് ദാസിനെതിരെയുള്ളത്, P ശശിക്കെതിരെ കുറെ ആരോപണങ്ങൾ നേരിട്ട് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറയാതെ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്വർണം പൊട്ടിക്കൽ കേസ്. ഇത് ഞാൻ തന്നെ ശ്രീ MK ഹരിദാസും ഒക്കെ ഇരുന്ന ഇന്നലെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്. ഈ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അൻവർ ആരെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അൻവർ അതിന്റെ ഒരു കണ്ണിയായിരുന്നു. അദ്ദേഹത്തിനെ കൂടെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പത്മനാഭൻജി പറഞ്ഞതുപോലെ തന്നെ ആ ശ്രമവുമായിട്ട് അദ്ദേഹം P ശശിയുടെയോ ആരുടെയെങ്കിലും ഒക്കെ ചെന്നിട്ടുണ്ടാവും. അത് രക്ഷപ്പെട്ടിട്ടുണ്ടാവത്തില്ല എന്ന് തുടക്കത്തിൽ ഈ ചാനലിലും മറ്റു പല ചാനലിലും ചർച്ചയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണക്കടത്തുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഇത്രയും കൂടുതൽ പ്രകോപിപ്പിച്ചു. ഇനി അതവിടെ നിൽക്കട്ടെ. ബഹുമാനപ്പെട്ട MK ഹരിദാസ് പറഞ്ഞ ചില കാര്യങ്ങൾ പുതിയതായിട്ട് അൻവർ യാതൊന്നും പറഞ്ഞില്ല.
അൻവർ തുടക്കത്തിൽ എന്തൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു അതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആരോപണം, പ്രധാനപ്പെട്ട ആരോപണം ആർക്കെതിരെയായിരുന്നു? പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഹോം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം വന്നാൽ ആ ആരോപണം ഇൻഡയറക്റ്റ് ആയിട്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണമാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ADGPക്കെതിരെ, മലപ്പുറം SP-ക്കെതിരെ, മാമി തിരോധന കേസ് അന്വേഷിച്ച ഒരു ക്രൈംബ്രാഞ്ച് SP-ക്കെതിരെ, അതുപോലെ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച കുറെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, ഇതെല്ലാം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞ എന്താ? ഇവരെയൊക്കെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. ഇതൊക്കെ നേരത്തെ പറഞ്ഞതിനകത്ത് ഉണ്ടായിരുന്നു. കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയാലും അഡീഷണൽ ADGP ആയാലും മരുമോന്റെ കാര്യം പുതുതായിട്ട് പറഞ്ഞല്ലേ വക്കീലെ? ഒന്നും പറഞ്ഞില്ല. മരുമോന്റെ പണ്ടും പറയുന്നുണ്ട്. അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് മരുമോനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഞാൻ പറയട്ടെ, മരുമോനെ ഇന്നും പലയായിട്ടൊന്നും പറഞ്ഞില്ല. നിയാസ് മാത്രം പോരെന്ന് പറഞ്ഞുള്ളൂ, വേറെ അദ്ദേഹം പറഞ്ഞില്ല. വേറെ ഒറ്റവാക്കേ പറഞ്ഞുള്ളൂ. അതോടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് ഇന്നും അദ്ദേഹം പുതിയതായിട്ടൊന്നും പറഞ്ഞില്ല, ഇനിയും പുതിയതായിട്ടൊന്നും പറയാനില്ല. അദ്ദേഹം പറയാവുന്നതിന്റെ മാക്സിമം അദ്ദേഹം പല ചർച്ചകളിൽ, നമുക്കെല്ലാവർക്കും സാമാന്യ വിദ്യാഭ്യാസം വരെ ഉള്ളവരാണല്ലോ. പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ അദ്ദേഹം 1 മാസമായിട്ട് ആരോപണം ഉന്നയിക്കുന്നു. അപ്പൊ ആർക്കെതിരെ ആരോപണം? മുഖ്യമന്ത്രിക്കെതിരെയാണ്. CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറല്ലേ പൊളിറ്റിക്കൽ സെക്രട്ടറി? ADGPക്കെതിരെയാണ്, മുഖ്യമന്ത്രിക്കെതിരെയാണ്. പിന്നെ 1-2 കാര്യം കൂടെ ഞാൻ പറയാം. മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ ഒരു പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നല്ലോ, കള്ളക്കടത്ത് കേസുമായിട്ട് അൻവറിന് ബന്ധമുണ്ട് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു. അൻവർ പറഞ്ഞ അതേ നാണയത്തിൽ തന്നെ മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ഈ വ്യക്തി, അൻവറിന്റെ പേര് പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ, ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ട്. അതാണ് അൻവറിന്റെ ഏറ്റവും അല്ല, കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, കള്ളക്കടത്ത് കേസിൽ അൻവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കേരള പോലീസ് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാതിരുന്നത്? അല്ല, അതിനും ഞാൻ അങ്ങോട്ട് വരികയാണ്. അതിനും മറുപടി പറയേണ്ടത് ഞങ്ങളല്ലല്ലോ, BJP കേന്ദ്ര ഗവൺമെന്റ് ആദ്യം ഒരു മറുപടി പറയേണ്ടത്. കാരണം ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് ബലദേവ്, ഇതിപ്പോ ഈ പൊട്ടിക്കലാണല്ലോ. ഇപ്പോൾ കസ്റ്റംസിലുള്ള ചില ഉദ്യോഗസ്ഥരും കസ്റ്റംസ് നേരത്തെ പ്രവർത്തിച്ച സുജിത് ദാസ്, ഇവർ ഒത്തുചേർന്നിട്ടുള്ള ചില കളിയാണെന്നൊക്കെ അൻവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറത്ത് കേരള പോലീസ് കൂടെ കേസെടുക്കേണ്ടതാണ് ഇയാൾക്ക്. ഇപ്പം അല്ല, ഒറ്റക്കാര്യം കൂടെ അൻവർ ചിലരെയൊക്കെ, ഈ പൊട്ടിക്കൽ സംഘത്തിലുള്ള ചിലരെയൊക്കെ സംരക്ഷിക്കാനുള്ള ശ്രമം, അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പരിരക്ഷ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം സമീപിച്ചിട്ടുണ്ടാവാം, അതിലിടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാണും കേട്ടോ. അതായിരിക്കാം ഒരു പക്ഷേ ഈ വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനം, ആധാരം അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എങ്കിലും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറയുന്നു സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് അറിഞ്ഞിട്ടും അയാൾക്കെതിരെ കേസെടുത്തില്ല? ഞാൻ അങ്ങോട്ട് വരട്ടെ. എനിക്ക് സംസാരിക്കും. നിങ്ങൾ 4-5 പേര് ഇങ്ങനെ എനിക്കെതിരെ ആയുധമായിട്ടിരിക്കില്ല, എനിക്കെന്ത് പറയണ്ടേ? അപ്പൊ ഇവിടെ ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ട് പോലീസ് കേസെടുത്തിട്ടില്ല എന്ന് അൻവർ പറഞ്ഞില്ലല്ലോ. പോലീസ് 180 കേസെടുത്തു. അൻവറിന്റെ ആരോപണം എന്താ? 900 ഗ്രാം സ്വർണം ഒരിടത്ത് 526 ഗ്രാമായി. ഒരിടത്ത് FIR-നകത്ത് ഈ സ്വർണത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. ഇത് പോലീസ് എടുത്തു. കസ്റ്റംസ് എത്ര കേസെടുത്തു? കസ്റ്റംസ് അല്ലേ എയർപോർട്ടിൽ നിന്ന് സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞല്ലേ പുറത്തു വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഉത്തരവാദി ആരാണ്? ശ്രീ MP ഹരിദാസ് അല്ലെ? തർക്കിക്കട്ടെ, വേറെ അഭിഭാഷകർ 2 പേരുണ്ടെങ്കിൽ തർക്കിക്കട്ടെ. കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് ഇവർ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയർപോർട്ടും കസ്റ്റംസ് അതോറിറ്റി ഇതിന് കൂട്ടു നിൽക്കുന്നു. അപ്പോൾ ആദ്യം കേസ് പോകേണ്ടത് അങ്ങോട്ടാണ്. അത് ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ, വ്യോമയാന മന്ത്രിയോടും ഒക്കെ അനിൽ നമ്പ്യാർ. പല കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയും, ഇതുപോലെ സ്വർണ്ണക്കടത്ത് സംഘത്തെ സഹായിച്ച പല കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇവിടെ എത്ര പേരെ ഈ ഗവൺമെന്റ് നോക്കൂ, നമ്മുടെ കേരളത്തിലെ കസ്റ്റംസിൽ അഡ്വക്കേറ്റ് ബലദേവ്, കേരളത്തിലെ കസ്റ്റംസിൽ കമ്മികൾ വലിയൊരു അളവോളം ഉണ്ട് എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അല്ല, ഇവിടെ എത്ര ഇവിടെ അതിനകത്ത് ഒരിക്കലേക്ക് ഞാനൊന്ന് പറഞ്ഞോണ്ട്, ഇവിടെ ഇരിക്കുന്ന MP ഹരിദാസ് പോലെ തർക്കത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പോലീസുകാരെ റിമൂവ് ചെയ്തത് ഈ ഗവൺമെന്റ് അഴിമതിയുടെ പേരിൽ. അത് കേന്ദ്രവും ചെയ്തിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. കസ്റ്റംസിലെ പല ഉദ്യോഗസ്ഥരെ എന്ത് വിചാരിച്ച് 10 കള്ളന്മാരെ പിരിച്ചുവിട്ടിട്ടോ 90 കള്ളന്മാരെ അകത്തിരിക്കുമ്പോൾ ഞങ്ങൾ 10 പേരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. അപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് ആയാലും ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഇന്ത്യയിൽ കടത്തുന്നത് പണ്ട് ബോംബെ ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കരിപ്പൂർ വഴി കടത്തുന്നു ഈ സ്വർണ്ണമല്ല. ആ കരിപ്പൂരിലെ കസ്റ്റംസ് ഇതിന് ഒത്താശ നിൽക്കുന്ന ഇന്നും ഇന്നലെയല്ല, വർഷങ്ങളായിട്ട് ഇവിടെ പലരും പറയുന്നു
കരിപ്പൂരിൽ നിരവധി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നു. ഈ എയർപോർട്ട് അതോറിറ്റിക്കാരും കസ്റ്റംസുകാരും ശക്തമായിട്ട് നിന്നാൽ 1 ഗ്രാം സ്വർണം പുറത്തു വരും നമ്പ്യാരെ. 1 ഗ്രാം വരത്തില്ല. ഒരു കാര്യം കംപ്ലീറ്റ് ബോഡി സ്കാൻ ചെയ്ത് കൊണ്ടുവരുന്ന ബാഗുകൾ സ്കാൻ ചെയ്താണ് വിടുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇന്ന് അദ്ദേഹം പറഞ്ഞ 3-4 വാചകങ്ങൾ ഞാൻ പറയാം. CM ചതിച്ചു. തൊട്ടടുത്ത വാക്കെന്ന് അദ്ദേഹം പറഞ്ഞ് CM നിരപരാധിയാ അദ്ദേഹം പറഞ്ഞാണ്. CM-നെ എല്ലാവരോടും കൂടെ ചതിക്കുകയാണ്, എന്നെ ചതിച്ചു. അതേസമയത്ത് ആ CM നിരപരാധിയാണ്. ഇതും അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, പലരും പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ സഖാക്കളെയും മതന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുന്നില്ല. അവിടെ ഒരു വർഗീയവാദമുണ്ട്. അതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെ ചർച്ചയ്ക്ക് പറഞ്ഞ് ഞാൻ വേസ്റ്റ് കൂടി ഒഴിക്കുന്നൊക്കെ പറഞ്ഞത്. അതിനകത്തൊരു വർഗീയ പ്രീണനമില്ലേ? സഖാക്കളെ ഇതിന് കൂട്ടുപിടിക്കണം. സഖാക്കൾ ഞങ്ങളൊക്കെ ഈ സഖാക്കളാണ്, ഞങ്ങൾക്ക് ചെറിയൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിനകത്തൊരു വർഗീയത കൂടെ കാണുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങളെ ചതിച്ചു എന്ന് പറയുന്നപ്പോ ആരാ ഈ പിടിച്ചിരിക്കുന്ന കേസ്? അദ്ദേഹം കൊണ്ടുവന്ന് ഇന്ന് അഭിമുഖം നടത്തിയ 3-4 പേര് അവരൊക്കെ ഈ മതന്യൂനപക്ഷത്തിൽ വരുന്നവരാണ്. അവരെ ഇരുത്തി അഭിമുഖം നടത്തിയിട്ടാണ് പറയുന്നത് ADGPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഒരു പ്രത്യേക മതവിഭാഗം, ശരിക്കും പറഞ്ഞാൽ മുസ്ലിം മതവിഭാഗത്തിനെതിരെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒളിയമ്പുണ്ടല്ലോ, അതിന്റെ പിന്നിൽ വർഗീയ വികാരമില്ലേ? അപ്പൊ ആ വർഗീയ വികാരം കൂടി ഇളക്കി വിടുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ട് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇത് ഈ രീതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പുതിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം നേരത്തെ മാസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഇപ്പോൾ അദ്ദേഹം ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ടാർഗറ്റ് എല്ലാം പോലീസും P ശശി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമാണ്. അതിന്റെ കാരണം ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻജി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില ചെയ്തികൾക്ക് ഗവൺമെന്റ് കൂട്ടുനിൽക്കും. ഒന്നുകൂടെ പറയാം, MP രാഘവൻ പുറത്തുപോയി, MP കാര്യം പറഞ്ഞ പോലെ പുറത്തു പോകുമ്പോൾ അദ്ദേഹം CPM-നെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഒരുപാട് ആരോപണം ഉന്നയിച്ചിരുന്നു. ചെന്ന് കയറിയത് എന്താ? അദ്ദേഹത്തിന്റെ തലവേദനയുണ്ടായി. ഗൗരിയമ്മ, കേരളത്തിലെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഗൗരിയമ്മ പുറത്തു പോയപ്പോൾ അന്നിരുന്ന മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞു. അവസാനം ഗൗരിയമ്മ CPM-ൽ കയറാനായിട്ട് പരമാവധി ശ്രമം നടത്തി. തോമസ് ഐസക്കും അച്യുതാനന്ദൻ അവരെ പോയി കയറിയപ്പോ കണ്ട്, എന്തായാലും അതാരും തർക്കിക്കത്തില്ലല്ലോ, അച്യുതാനന്ദൻ അവരെ കണ്ട് CPM-ൽ വന്ന് എനിക്ക് ആ ചെങ്കൊടി വീണ് മരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അത് കഴിഞ്ഞില്ല. അപ്പൊ അതുപോലെ മുന്നണിയോ പാർട്ടിയോ വിട്ടു പോകുമ്പോൾ അതിന്റെ തുടക്കമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ്. ഇനി ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കാം, സംസ്ഥാന ഗവൺമെന്റ് ശരിയാ, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാരെ അന്വേഷിച്ചാൽ തെളിവ് പുറത്തു വരത്തില്ല. നിങ്ങൾക്കും പറയാം, എനിക്കും പറയാം. പക്ഷെ ഇങ്ങനെ കസ്റ്റംസ് വഴി സ്വർണം വന്നിട്ടുണ്ടെങ്കിൽ ഇത് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കാം, EDക്ക് അന്വേഷിക്കാം. അതിന് സംസ്ഥാന ഗവൺമെന്റ് അനുവാദം വേണ്ട ED അന്വേഷിക്കുന്നതിന്. അതുപോലെ തന്നെ PMLA കേസുമായിട്ട് ബന്ധപ്പെട്ട് EDക്ക് അന്വേഷിക്കാം. അനധികൃതമായ സ്വർണ്ണക്കടത്ത് രാജ്യദ്രോഹ കുറ്റത്തിൽ വരുന്നതാണ്. NIAക്ക് അന്വേഷിക്കാം, അതിനും ഗവൺമെന്റ് അധികാരം വേണ്ട. CBI അന്വേഷിക്കണമെങ്കിൽ മാത്രം സംസ്ഥാന ഗവൺമെന്റോ ഹൈക്കോടതി അധികാരം കൊടുത്താൽ മതി. NIA ED ഏത് കേസും അന്വേഷിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഒരധികാരവും വേണ്ട. അവരോട് അന്വേഷിക്കട്ടെ, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. വരട്ടെ, അന്വേഷണം വരട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് കാണാം. യെസ് അഡ്വക്കേറ്റ് പ്രമോദ്, അൻവറിന്റെ തുറന്നു പറച്ചിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും? അതെന്തെങ്കിലും ചലനങ്ങൾ പാർട്ടിയിൽ ഉണ്ടാക്കുമോ? മാത്രമല്ല നോക്കൂ, കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്ത CPM സഹയാത്രികനായിട്ടുള്ള ഒരു MLA ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അൻവറിന് ഒരു ക്ലീൻ പശ്ചാത്തലമൊന്നുമില്ല, നമുക്ക് അറിയാം. കളങ്കിതനായിട്ടൊരു വ്യക്തി ആ ഒരു കാറ്റഗറിയിൽ, നമ്മുടെ VS-ൻ്റെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ആ ഒരു ഗണത്തിൽ പെടുത്താവുന്ന ആളാണ്. പക്ഷേ എങ്കിലും ഇദ്ദേഹത്തിൻ്റെ തുറന്ന പറച്ചിലിൽ പലതും ഗൗരവത്തോടെ എടുക്കേണ്ടതല്ലേ? ഇതില് അനിൽജി 2-3 കാര്യങ്ങൾക്ക് ഇതിൽ എന്തായാലും മറുപടി പറയാതെ പറ്റില്ല. കാരണം അൻവറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം ഒരു MLA ആണ്. അതും ഭരിക്കുന്ന പാർട്ടിയുടെ ഇതിൽ പെട്ടിട്ടുള്ള, അവരുടെ അലയൻസിൽ പെട്ടിട്ടുള്ള ഒരു MLA, LDF-ന്റെ MLA. അദ്ദേഹം റേസ് ചെയ്യുന്ന അലിഗേഷൻ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം, അല്ലാതെ ഇത് വെച്ചോണ്ടിരിക്കുകയല്ലോ ചെയ്യാം. ഇപ്പൊ BJP-യുടെ സാറ് പറയുന്നത് ഞാൻ കേട്ടു, അദ്ദേഹം പങ്ക് കച്ചവടം, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് പൊട്ടന്മാർ. അൻവർ പറഞ്ഞത് ഒരു കാര്യമാണ്, ഇന്ത്യൻ ശ്രദ്ധിച്ചു, മേലെ തട്ടിൽ ഇവർ തമ്മിൽ വലിയൊരു ഐക്യ, ലീഡർമാര്, സാധാരണ ജനങ്ങളും സാധാരണ വർക്കേഴ്സും അവര് പൊട്ടന്മാര്. ഞാൻ ചോദിക്കുന്നത്, അൻവർ കള്ളക്കടത്തിൽ പങ്കാളിയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാള് നമ്മുടെ CM വായടച്ചിരുന്നു, അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് വായടച്ചിരുന്നു? അത് ഈ ഒരു വിഷയം വരേണ്ടി വന്നു. ഇനി അതുപോലെ തന്നെ LDF-ന്റെ ബൽദേവ് സാർ പറഞ്ഞു, എന്താ പറയാ, അൻവറിന്റെ എല്ലാം നേരത്തെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന, മലപ്പുറം ജില്ലയിലെ
പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് വരെ ഒരു നടപടി, ഒരു വർത്താനം അതിനെതിരെ പറയുന്നില്ലല്ലോ. അൻവർ പറഞ്ഞതിനെതിരെ ഒരക്ഷരം. ഇത് ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണ് ഞാൻ. അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ കരുവന്നൂര് വിഷയം വരുമ്പോ തൃശ്ശൂരിലെ ഒരു CPM-കാരും വിട്ടില്ല. അതുപോലെയാണ് മലപ്പുറത്തെ. ഇനി CM നടത്തിയ ഒരു പ്രസ്താവന തികച്ചും വർഗീയത അവിടെയാണ് ഞാൻ കാണുന്നത്. കാരണം സംസ്ഥാനത്ത് 14 ജില്ലകളിൽ മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ. അതിനും ഇന്ന് അൻവർ മറുപടി പറഞ്ഞു. കരിപ്പൂരി വിമാനത്താവളം നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലല്ല, അത് കോഴിക്കോട് ജില്ലയിലാണ്. പേര് വരുന്ന എന്താ? മലപ്പുറം ജില്ല. ഇനി ഈ ഗോൾഡിന്റെ ഞാൻ കമാൽ പാഷ സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയണ കേട്ടു, ഗോൾഡിന്റെ ഒരു ചെറിയ ടൗൺ അത് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ജില്ലയിലാ. അപ്പൊ എന്തിനാണ് ഇവിടെ ഇപ്പൊ LDF-കാര് പറയുന്നത് അവര് വർഗീയത പറയാൻ ഇഷ്ടപ്പെടാത്തത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് പറഞ്ഞത്? ഇനി എന്തുകൊണ്ട് ഇവരൊന്നും മിണ്ടുന്നില്ല? ഒരു കാര്യം അൻവർ പറഞ്ഞതില് 100% നമുക്കറിയാം. കാരണം ഈ പറയുന്ന ADGP ആയാൽ അദ്ദേഹത്തിന് എല്ലാ ജില്ലകളിലും അവരുടേതായ യൂണിറ്റ് ഉണ്ട്. നിങ്ങൾ പരിശോധിച്ചോളൂ, എല്ലാ സ്ഥലത്തും ഗോൾഡ് സ്മഗ്ലിംഗ് അതിന് വേണ്ടിയിട്ട് ഒരു പോലീസിന്റെ ഒരു സ്ക്വാഡ് ഉണ്ട്. വർഷങ്ങളായിട്ടിരിക്കുന്ന പോലീസുകാരാണ്. ഒരു മാറ്റമില്ല. ഇവരുടെ വരുമാനം എന്ത്? ഇവരുടെ എന്താ പറയാ ആസ്തി എന്ത്? എന്താണ് CM അതിൽ ചിന്തിക്കാത്തത്? ഇനി അടുത്തത്, ഇന്നത്തെ പത്രസമ്മേളനം ഏകദേശം 2 മണിക്കൂർ ഇരുന്ന് ഞാൻ കണ്ടതാ. കാരണം ഈ ഡിബേറ്റ് ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും പറയണം. അതിൽ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം എടുത്തു കാണിച്ചതിനൊന്നും എനിക്ക് ഭരതവേട്ടന്റെ ഒരു മറുപടി അതിൽ കിട്ടിയാൽ നന്നായിരിക്കും. കാരണം അദ്ദേഹം എടുത്തു കാണിച്ചു ADGP മേടിച്ച സ്ഥലത്തിന്റെ ആധാരം എടുത്തു കാണിച്ചു. അദ്ദേഹം ചോദിച്ചാൽ എന്താണ് തെറ്റ്? അതായത് ഏതൊരു രജിസ്റ്റർ ഓഫീസിൽ പോയാൽ പെട്ടെന്ന് എടുക്കാവുന്ന ഒരു കാര്യമാണ്. അനങ്ങിയില്ലല്ലോ. 36 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് അടച്ചിരിക്കുന്നു മേടിക്കുമ്പോൾ. രണ്ടാമത് അത് വിൽക്കുമ്പോൾ 66 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് മേടിച്ചിരിക്കുന്നു. ഏത് പോലീസ് ഓഫീസർ എബവ് ദ റാങ്ക് എന്റെ കറക്റ്റ് ആണെങ്കിൽ SI-ക്ക് മേലെയുള്ളവൻ സ്ഥലം മേടിക്കണമെങ്കിൽ പെർമിഷൻ ഒക്കെ വേണം. എന്തുകൊണ്ട് ഇയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഇങ്ങനെ? ഇതേ വ്യക്തി. അപ്പൊ ഇതില് അൻവർ എന്തോ ആവട്ടെ, വാട്ടെവർ ഇറ്റ് മേ ബി, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആവട്ടെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിനെ എല്ലാ പ്രസ് കോൺഫറൻസിലും അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അയാൾ എവിടെയാണ് എതിർക്കുന്നത്? അദ്ദേഹത്തോട് ഉറപ്പ് കൊടുത്തു, മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു, പാർട്ടി സെക്രട്ടറി ഉറപ്പ് കൊടുത്തു പരിശോധിക്കാമെന്ന് ഉറപ്പ് കൊടുത്ത പിറ്റേ ദിവസം വന്ന് പറയുന്നത് ക്ലീൻ ചിറ്റാണ്, വിത്തൗട്ട് ഈവൺ എൻ എൻക്വയറി. അത് ശരിയാണോ? അത് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കന്മാരൊന്ന് പറയണം. കാരണം സാധാരണക്കാര് ഒരു കാര്യം കറക്റ്റാ, കേന്ദ്ര ഗവൺമെന്റിന് ഇതിൽ ഇന്റർഫിയർ ചെയ്യാം, ഗവർണർക്ക് ഇന്റർഫിയർ ചെയ്യാം. ഇന്ന് അൻവറിന്റെ മീറ്റിംഗ് ശ്രദ്ധിച്ചോ? അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണർ തന്നൊരു പരാതി ഉണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞു എല്ലാം ഒരു ജുഡീഷ്യൽ എൻക്വയറി വരട്ടെ എന്ന്. ധൈര്യമില്ല ഇപ്പോഴും. അയാൾ കള്ളനാണെങ്കിൽ വരട്ടെ. അപ്പൊ അയാളാണ് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ കഥകളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ അയാളും തരണം ഒരു ജുഡീഷ്യൽ എൻക്വയറി. അത് റിട്ടയർ ചെയ്ത് ഇവർക്ക് അനുകൂലമായ ജഡ്ജസിനെ വെച്ചിട്ടല്ല. ആ കോമഡി നമ്മൾ കുറെ കണ്ടതാ. സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു സംഘം. വെക്കട്ടെ. അൻവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻവർ പിടിക്കപ്പെടുമല്ലോ. എന്റെ ചോദ്യം, പി ശശിയെ പോയി കണ്ടു, അൻവർ കുറെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, ഇല്ലീഗലാണ് ആയതുകൊണ്ട് പി ശശി സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് പി ശശിയോട് ദേഷ്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഇല്ലീഗലായിട്ട് അൻവർ ചോദിക്കുന്നത് ഒരു ഗവൺമെന്റിൽ ഇരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിനാണ്. ഹീസ് പെയ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഒരു അന്യായമായ കാര്യം MLA അല്ല ആര് ചോദിച്ചാലും അതും വരും വിജിലൻസിന്റെ പരിധിയില്. എന്തുകൊണ്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തില്ല? ഇല്ലീഗലായിട്ട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് വരുന്ന ആൾക്കെതിരെ വാലിഡ് ക്വസ്റ്റ്യൻ ആണ് അത്. ഇതെന്താ സാധാരണക്കാരെ പൊട്ടന്മാരാക്കരുത്. ഈ നാട്ടിൽ നടക്കുന്നത് എന്താ? ഈ കാട്ടിലെ തടി തേവരുടെ ഇപ്പൊ ഭരണത്തിലിരിക്കുന്നു അവർ. ഇപ്പൊ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, എത്രയോ കേസുകൾ സെറ്റിൽമെന്റ് ആയി പോയി. ഈ പാവപ്പെട്ട മരണപ്പെട്ടവരുടെ മക്കളാണ്, അവരുടെ വീടുകൾക്കേ നഷ്ടമുള്ളൂ. ഈ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? പറയട്ടെ, ഏത് പാർട്ടിയുടെ എടുത്തോളൂ നിങ്ങൾ. പിന്നെ ഇനി ഞാൻ 2 കാര്യം കൂടി പറഞ്ഞൊന്ന്. കാരണം ഇതില് ഗവർണർക്ക് എന്ത് വന്നാലും ഇതിലൊരു നടപടി ആവശ്യപ്പെടാം. കാരണം ഇത് IPS ഉദ്യോഗസ്ഥനാണ് ഈ അജിത് കുമാർ. അദ്ദേഹം ചെയ്യുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഗവർണർ എന്താ പറയാ യൂണിവേഴ്സിറ്റികളിൽ അപ്പോയിന്റ്മെന്റുകൾക്കെതിരെ പറയുന്നുണ്ടല്ലോ. ഒരു ADGP ഇസ് നോട്ട് എ സ്മോൾ പോസ്റ്റ്.
അയാൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ IPS വരുന്നത് കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്രമാണ്. അതും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി, രാജ്യത്തിന്റെ സമ്പത്തിനെതിരെയുള്ള ആക്ടിവിറ്റി. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇപ്പൊ ഇത് ചോദിക്കുമ്പോ എന്തായാലും എല്ലാവരും ഉണ്ട്, എല്ലാവരും ഓരോ ചർച്ചകളിൽ വരുന്ന ആൾക്കാരാണ്. ഇത് തന്നെയല്ലേ സാധാരണക്കാരൻ ചോദിക്കുന്നത്? കഴിവന്നൂര് കേസ് എന്തായി? സ്വപ്ന സ്മഗ്ലിംഗ് കേസ് എന്തായി? എല്ലാം പെൻഡിങ്. പിന്നെ അനിൽ നമ്പ്യാർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. അത് അനിൽ നമ്പ്യാർ ഒരു സഖാവാണെന്നാണ് എന്റെ വിശ്വാസം. പഴയ ഒരു SFI കാരനാണ്, കോളേജിലാണ്. ഞാൻ അന്വേഷിച്ച് മനസ്സിലായത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെല്ലാം തന്നെ, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, കസ്റ്റംസ്, ED, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇതിലെല്ലാം CPMകാരുണ്ട്. ഭരണത്തിൽ വരുമ്പോ പോലീസിൽ ഞാൻ കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ ഭരണം ആർക്കാണോ അതിന്റെ ഒപ്പം പോലീസുകാർ എല്ലാവരും. പോലീസ് അസോസിയേഷൻ ഇലക്ഷൻ വരെ അങ്ങനെയാ. അപ്പൊ ഏത് കാലത്ത് അത് അന്വേഷിച്ച് ശരിയാവുക? അതില് അൻവർ ചോദിച്ചാല് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ എന്താ ചെയ്യേണ്ടത്? ഇത് ഒരു സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് എൻക്വയറി ചെയ്യാം. ഇതില് കള്ളത്തരമുണ്ടെങ്കിൽ അൻവറിനെതിരെ നടപടി എടുക്കണം. അതിനുള്ള ചങ്കൂറ്റുണ്ടോ? അയാൾ വെല്ലുവിളിക്കുന്നു. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടു, കോൺഗ്രസ് അനങ്ങുന്നില്ല, BJP സൈലന്റ്. BJP ഇവിടെ ഭരണത്തിലില്ല, ഒരു MLA പോലും ഇല്ല. ഓക്കെ, സ്റ്റിൽ പത്മനാഭൻ സാറേ, BJP ക്യാൻ ഓൾസോ റിവോൾട്ട്. കാരണം ഈ അജിത് കുമാറിനെതിരെ തൃശൂർ പൂരം കലക്കി എന്ന് പറഞ്ഞിട്ടൊരു അലിഗേഷൻ ഉണ്ട്. ഈ അജിത് കുമാറിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ള എത്രയോ കേസുകളുണ്ട്. ഇതില് സുരേഷ് ഗോപി തൃശ്ശൂര് ജയിച്ചത് അജിത് കുമാറിന്റെ കഴിവാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. LDFനും UDFനും പറ്റിയ മണ്ടത്തരം കൊണ്ട്. കാരണം ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനികളെ പ്രോക്ക് ചെയ്യാൻ വേണ്ടി കിരീടം എന്ന് പറഞ്ഞ കള്ളത്തരം കൊണ്ടുവന്നു, അടുത്ത എൻഡില് പൂരം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കൊണ്ടുവന്നു. രണ്ടും പാളി ജനങ്ങളുടെ മുന്നില്. പിന്നെ ഒരു എന്താ പറയാ മീഡിയ ലേഡീനെ കൊണ്ടൊരു പരാതി. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിലാണ് അദ്ദേഹം ജയിക്കുന്നത്. ഇനി തൃശ്ശൂർ പൂരം, ഈ അജിത് കുമാർ 2 ദിവസം മുമ്പ് ഇവിടെയുണ്ട്. അനിലെ, നിങ്ങളൊന്ന് നോക്കണം അനിൽ സി, ഇയാൾ താമസിച്ച ഹോട്ടല് ഇയാൾ എവിടെയായിരുന്നു? അത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണോ? രാമനിലയം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസാ. അവിടെ താമസിക്കാതെ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നു. ഇവിടുത്തെ MLA എവിടെ പോയി? P. ബാലചന്ദ്രൻ പൂരത്തിന്റെ അന്ന് കണ്ടനില്ലല്ലോ. ചിലപ്പോ ഒരു പക്ഷേ തൃശ്ശൂർ പൂരമായത്, അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയരുത്. തൃശ്ശൂർ പൂരമായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഗസ്റ്റും ആഘോഷമൊക്കെ ആയിരിക്കാം. പക്ഷെ എന്റെ ചോദ്യം, ഡ്യൂട്ടിക്ക് വന്ന ആളാണ് ADGP അജിത് കുമാർ. അദ്ദേഹത്തിന് താഴെ ഒരു ലേഡി DIG ഉണ്ട്, മധ്യമേഖല DIG. ഇവരൊക്കെ എവിടെയായിരുന്നു? ഞാൻ ഇപ്പോഴും പറയാം, അങ്കിത് അശോക് അദ്ദേഹത്തിന് ഡയറക്ഷൻ കൊടുക്കുന്നത് ഇയാളായിരിക്കുള്ളൂ. അല്ലാതെ എങ്ങനെ പറ്റും? ഒരു ADGPനെ ഡയറക്ട് ചെയ്യാൻ പറ്റുമോ? അങ്കിത് അശോകിന് ഒരു സുദർശൻ എന്ന് പറഞ്ഞ ഒരു ACP ആയിരുന്നു ഇവിടെ. അവരെ ബലിയാടാക്കി ഇവര് ഊരുന്നു. ഇത് രണ്ടും, ഈ തൃശ്ശൂര് കേസും അതുപോലെ തന്നെ ഈ പറയുന്ന അൻവറിന്റെ അലിഗേഷനിൽ പറഞ്ഞിട്ടുള്ള സ്മഗ്ലിംഗ് കേസും. അതുപോലെ അനിൽജി ശ്രദ്ധിക്കൂ, വക്കീലാണല്ലോ ബൽദേവൻ സാറേ, റിക്കവർ ചെയ്യുന്നത് 900 ഗ്രാം. അത് എങ്ങനെയാണ് 400 ഗ്രാമായിട്ട് കോടതിയിൽ റെക്കോർഡ് ചെയ്യണത്? എവിടെയാണ് സാറേ? ഏത് നിയമപ്രകാരമാണ് അത് റിക്കവർ ചെയ്യുമ്പോൾ അത് സീൽ ചെയ്ത് വന്ന് അതിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, കോടതിയിൽ ഒരു ഡോക്യുമെന്റ് കാണാനില്ല. ദാറ്റ് ഇസ് അനദർ തിങ്. എന്തുകൊണ്ട് ഹൈക്കോടതി ഇതൊക്കെ കണ്ടുപിടിക്കാണ്ടിരിക്കുന്നത്? ഹൈക്കോടതി വായടച്ചിരിക്കുന്നു. അല്ലാത്തവിടെയൊക്കെ കയറി വേഗം ഇടപെടുന്നതാണല്ലോ. ഇന്ന് അൻവർ പറഞ്ഞ ഒരു അലിഗേഷൻ അതാ. മഞ്ചേരി കോടതിയിലെ ഒരു റെക്കോർഡ് കാണാനില്ല. എത്ര ഗ്രാം ആണെന്ന് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളതില് റെക്കോർഡ് കാണാനില്ല. അപ്പൊ ഇത് എല്ലാ സ്ഥലത്തും ഈ യൂണിയൻ, അതായത് ജുഡീഷ്യറിയും പോലീസും ഒരു കാലത്തും ഈ യൂണിയന്റെ അണ്ടറിൽ പാടില്ല. ഒരു പൊളിറ്റിക്കൽ യൂണിയൻ അവിടെ പാടില്ല. അത് ഇപ്പൊ നമ്മള് എന്താ പറയാ, ആക്ട്രസിനെ ഇത് ചെയ്ത കേസിന് എന്താ പെൻഡ്രൈവ് ഹാഷ്ടാഗ് പൊട്ടിയത് എങ്ങനെ? ഒരു ചോദ്യമില്ല. കുറെ നാൾ അതിനുവേണ്ടി എല്ലാവരും ഓടിയിട്ടു. അത് പൊട്ടിച്ചതാര്? ആ വെറും ഒരു ബെഞ്ച് ക്ലർക്കിന് മാത്രം. ഒരു നടപടി അതിനും ഉണ്ടായില്ല. അപ്പൊ ഇത് സാധാരണ ജനങ്ങളെത്തും മണ്ടന്മാരാണ്. ഇതിങ്ങനെ കുറെ നാളത്തേക്ക് ഒരു ലൈവ്. ഇപ്പോ ഈ നാടകങ്ങൾ നിൽക്കണം. അതിനെന്താ ചെയ്യണ്ടേ? നിങ്ങൾ ഈ പറയുന്ന ഒരു എൻക്വയറി വെക്കട്ടെ. അയാൾ ഓപ്പൺ ആയിട്ട് പറയുന്നു, ഇനി മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ P. ശശിക്കോ അല്ലെങ്കിൽ അജിത് കുമാറിനോ ഇതേപോലത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റി മിസ്റ്റർ അൻവർ ചെയ്തിട്ടുണ്ട്, അതിന് ഞങ്ങൾ കൂട്ടു നിൽക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും ഒരു പരാതിയിൽ കൊടുത്തിട്ട്. അഡ്വക്കേറ്റ് പ്രമോദ്, അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ടെലിഫോൺ ചോർത്തി എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള കുറ്റമല്ലേ? ഈ നിമിഷം വരെ അൻവറിനെതിരെ ഒരു കേസ് എടുത്തിട്ടില്ല.
അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അനിൽജി. ഇവിടെ പണ്ടൊരു DIG ഉണ്ടായിരുന്നു, മോൺസൺ മാവുങ്കൽ കേസിലൊക്കെ പെട്ടാണ്. അദ്ദേഹം ഇവിടെ ചെയ്തിരുന്ന ഒരു കാര്യം ഞാൻ അറിഞ്ഞത്, മലപ്പുറം ജില്ലയിലും വയനാട് ജില്ലയിലുമാണ് ഡയറക്റ്റ് XP-മാർക്ക് ഇത് എടുക്കാൻ പറ്റുക. ഇദ്ദേഹം ഇവിടെ ഇരുന്ന് പല സ്ത്രീ വിഷയങ്ങളിലും അദ്ദേഹം ഫോൺ ചോർത്തി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ആ DIG-ക്ക് ഇവിടെ. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരു കാര്യത്തിൽ ചെയ്തു അദ്ദേഹം. അപ്പൊ എന്റെ കക്ഷി എന്നോട് പറഞ്ഞത്, സാർ DIG സാർ എടുത്തു തന്നാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സ്വന്തം ഭർത്താവിനെതിരെയുള്ള ഫോൺ കോളുകൾ ചോർത്തി കൊടുക്കാൻ നിർത്തുന്നു. ഇതുപോലെ കോമാളിത്തരം കാണിക്കുന്ന ആളുകൾ എന്തൊരു ഇത് കേരളം. എല്ലാവരും പറയും നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസത്തിന്റെ ഇതെന്താ പറയാ കൊടുമുടിയിൽ നിൽക്കുന്നു. നമ്മുടെ എവിടെയാണ് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഈ മണ്ടത്തരങ്ങൾ നടക്കുന്നത്? ഇതിപ്പോ UP-യിലായിരുന്നെങ്കിൽ എന്താ സ്ഥിതി? ഞാനിതിൽ എന്താ വെച്ചാൽ BJP ആയാലും പത്മനാഭ സാറിനോടുള്ള റിക്വസ്റ്റ് ഇത്രയാണ്, നിങ്ങളും ഈ വിഷയത്തിൽ ജനങ്ങളുടെ കൂടെ നിന്ന് ഇതിലൊരു കേന്ദ്ര അന്വേഷണം. കാരണം അൻവർ ഇത് പറഞ്ഞാല് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുണ്ട്, അത് കേന്ദ്ര അന്വേഷണം കൊണ്ടുവരണം. ഇത് ചെയ്യാതെ ഇരുന്നാൽ ഈ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള പ്രഹസനം എല്ലാ പാർട്ടിക്കാരും നിർത്തേണ്ടി വരും. പത്മനാഭൻ വക്കീലെ, സെന്റർ ഷുഡ് ഇന്റർഫിയർ അറ്റ് ദ ഏർലിയസ്റ്റ്. അല്ല, ഞാനിതില് അതിന് ഞാൻ മറുപടി പറയുന്നതിന് മുന്നേ ഇതിന് ഒരു വലിയ ചരിത്രമുണ്ട്. 1995 ആരംഭിച്ചതാണ് ഇത്. നമ്മളിത് ചെറുതായി കാണണ്ട. കാരണം 92 അയോധ്യ സംഭവത്തിന് ശേഷം കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ കരസ്ഥമാക്കാൻ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് മുസ്ലിം ലീഗിന്റെ കൈവശം അവരുടെ ഒരു കുത്തകയായിരുന്ന മുസ്ലിം വോട്ടുകൾ, മുസ്ലിം മേഖലയിലെ സ്വാധീനം അത് കരസ്ഥമാക്കാൻ CPM നടത്തിയ പല പല പരീക്ഷണങ്ങളിൽ ഒന്നാണ് അൻവർ. അതിന് സത്യം പറഞ്ഞാൽ 95 പഞ്ചായത്ത് ഇലക്ഷൻ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പല സ്ഥലത്തും ഇടതുമുന്നണിയും ലീഗ് വിമതരും ചേർന്ന് ഭരിച്ചതാണ്. അതിന് മലപ്പുറം മുനിസിപ്പാലിറ്റി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ അത്ഭുതകരമായ വിജയം നേടി ഇടതുമുന്നണി, അവരുടെ സഹായത്തോടു കൂടി, അവിടുത്തെ ലീഗ് വിമതരുടെ സഹായത്തോടുകൂടി. 96 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ INL CPM മുന്നണിയിൽ വന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പരീക്ഷണങ്ങളാണ്. അതിൽ അബ്ദുൾ നാസർ മദനി ഇടയ്ക്ക് കയറി വന്നു. പിന്നീട് കാരാട്ട് അബ്ദുൾ റസാഖ് വന്നു, നമ്മളെ താനൂർ MLA ഇപ്പോഴത്തെ അബ്ദുറഹിമാൻ മന്ത്രി വന്നു, അങ്ങനെ പലരും വന്നു, ജലീൽ വന്നു, അൻവർ വന്നു. ഇതൊക്കെ ലീഗിനെ തകർക്കാൻ, ലീഗിനെ തകർത്ത് മുസ്ലിം മേഖലയിൽ മലപ്പുറം ജില്ലയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള CPM-ന്റെ ശ്രമത്തിൽ അവർ നടത്തിയ പരീക്ഷണങ്ങളിലാണ്. ഇതൊക്കെ പരാജയപ്പെട്ടു. നിങ്ങൾ നോക്കിക്കോ, ഇനി സംഭവിക്കാൻ പോകുന്നത് അബ്ദുറഹിമാന്റെയും ജലീലിന്റെയും കാര്യത്തിലാണ്. ഫസ്റ്റ് മലപ്പുറം മുനിസിപ്പാലിറ്റി 1.5 കൊല്ലം കൊണ്ട് പൊട്ടിപ്പോയി. പിന്നീട് നമ്മളെ ഇവിടെ നമ്മളെ അബ്ദുൾ നാസർ മദനി, അത് വലിയ തലവേദനയായി. ഇങ്ങനെ പലരും ഇപ്പോ കാരാട്ട് അബ്ദുൾ റസാഖ് കൊടുവള്ളിയിൽ ജയിച്ച ആള്, അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും വന്നു. അദ്ദേഹത്തെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇനി ഇതപ്പോ അൻവർ പൊട്ടി. ഇനി 2 ബാക്കിയുണ്ട്, ഒന്ന് ജലീലും പിന്നെ ഒന്ന് നമ്മുടെ അബ്ദുറഹിമാനാണ്. അപ്പോ ഇതൊക്കെ പൊട്ടും. കാരണം ഇത് CPM ചെയ്യണം, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ട പണിയല്ല CPM ചെയ്തത്. അതായത് തീവ്ര നിലപാടുള്ള ആളുകൾ, ലീഗിനേക്കാൾ തീവ്ര നിലപാടുള്ള ആളുകൾ, അവരെ കൂടെ കൂട്ടുക. പിന്നെ ഈ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, കച്ചവടം, ഇതൊക്കെയുള്ള ആളുകളെ കൂടെ കൂട്ടുക. അങ്ങനെയാണ് ഈ അൻവറൊക്കെ കൂടെ. അൻവറിന്റെ അവിടെ ഒരു വാട്ടർ തീം പാർക്കിനെതിരെ കേരള ഹൈക്കോടതി എത്ര ഉത്തരവ് പാസാക്കി. മലപ്പുറം ജില്ലാ കളക്ടർക്ക് ദിവസം ഉത്തരവ് കൊടുത്ത ഒരു കാലം ഉണ്ടായിരുന്നില്ലേ പൊളിച്ചു മാറ്റാൻ? അവിടെ പുഴയുടെ ഗതി മാറ്റി വിട്ടില്ലേ? എന്തൊക്കെ നടന്നു. അപ്പൊ ഇങ്ങനത്തെ ആളുകളെ കൊണ്ടു നടന്നാൽ ഭസ്മാസുരന് വരം കൊടുത്ത പോലെയാവും. ഭസ്മാസുരന് വരം കൊടുത്തതാണ് CPM. ഇങ്ങനത്തെ ആളുകളെ കൊണ്ടു നടന്നിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇത് സംഭവിക്കും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഞങ്ങളിത് അന്നേ പറഞ്ഞാണ്. അപ്പൊ ഇതാണ് കേരളത്തിൽ ഈ മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവര് ഈ CPM ഇപ്പൊ അൻവറിനെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, 2020 CAA നിയമം നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്രം തയ്യാറെടുത്തപ്പോൾ കോഴിക്കോട് നടന്ന റാലികൾ, അവിടെ വിളിച്ച മുദ്രാവാക്യങ്ങൾ, മുഖ്യമന്ത്രി പങ്കെടുത്ത റാലിയിൽ
കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത റാലിയിൽ വിളിച്ച മുദ്രാവാക്യം 21 മാപ്പിളക്കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള ഗുരുതരമായ വർഗീയ പ്രീണനം, മുസ്ലിം വർഗീയതയെ ആളിക്കത്തിച്ച് ലീഗിനെ പോലും സാധിക്കാത്ത രീതിയിൽ അത് ഫലപ്രദമായി ഉപയോഗിച്ച് ഇവർ മുസ്ലിം വോട്ടുകൾ നേടിയെടുത്തു. 2021 തിരിച്ചു വരവിന് ഒരു വലിയ കാരണം അതാണ്. ഇപ്പൊ ഇതൊക്കെ CPM ചെയ്തത് ഇന്ന് CPM-ന് വിനയായിരിക്കുക. കാരണം ഈ വന്ന ആളുകളൊന്നും സതുദ്ദേശത്തോടു കൂടി വന്നതല്ല. ഇവരാരും സതുദ്ദേശത്തോടു കൂടി വന്നതല്ല. ഇവർക്കൊക്കെ ഹിഡൻ അജണ്ടയുണ്ട്. അബ്ദുൽ നാസർ മദനിക്ക് ഹിഡൻ അജണ്ടയുണ്ട്, അൻവറിന് ഹിഡൻ അജണ്ടയുണ്ട്, ജലീലിന് ഹിഡൻ അജണ്ടയുണ്ട്, ഇനിയിപ്പം അടുത്ത് ബഹളം ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർക്കോ എല്ലാവർക്കും ഹിഡൻ അജണ്ടയുണ്ട്. ഹിഡൻ അജണ്ടയായി വന്നവരാണ് ഇവരൊക്കെ. അപ്പൊ ഇത് സ്വാഭാവികമാണ് ഈ പൊട്ടിത്തെറി. ഇനി ഇത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പലതും നമ്മൾ കേൾക്കും. അതായത് ഈ 2020 സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞാലും കുറെ ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കിട്ടിയിട്ടില്ല എപ്പോഴും. ആ ചോദ്യങ്ങൾക്കൊക്കെ കേരളത്തിന് ഈ പൊട്ടിത്തെറിയിൽ ഉത്തരം കിട്ടും. അനിൽ നമ്പ്യാർ കാത്തിരുന്നോ, നമുക്ക് അന്ന് കിട്ടാതെ പോയ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പോകും. എനിക്ക് സ്വാഭാവിക നീതി കിട്ടണം, അതേ ഉള്ളൂ. അല്ലല്ല നമ്പ്യാർജി, ഒരൊറ്റ കാര്യമുള്ളൂ. എലക്ഷൻ അടുക്കുമ്പോൾ കിട്ടേണ്ട നീതിയല്ല കേരളത്തിന് വേണ്ടത്. അത് പത്മനാഭൻ സാർ ഒന്ന് ശ്രദ്ധിക്കണം. സാർ പറഞ്ഞതൊക്കെ മനസ്സിലായി. ഇതുമായി കണക്ട് ചെയ്ത് എന്താ പറയുക മറ്റു കേസുകൾ പൊന്തി വരും എന്നൊക്കെ ആണെങ്കിൽ എന്റെ ചോദ്യം, ഈ ഗോൾഡ് കേസ്, സ്വപ്നയുടെ ഗോൾഡ് കേസ് എവിടെ എത്തി നിൽക്കുന്നു? ഇനി അടുത്ത പഞ്ചായത്ത് ഇലക്ഷനോ നിയമസഭ ഇലക്ഷനോ വരെ കാത്തു നിൽക്കണോ ജനം? അത് ശരിയായ നടപടിയല്ല. ഞാൻ തെരഞ്ഞെടുപ്പ് സമയം ആയിട്ടൊന്നും വരും എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഈ പങ്ക് കച്ചവടക്കാർ തമ്മിൽ തെറ്റുമ്പോൾ വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ കേരളത്തിന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടാതിരുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇലക്ഷനായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടില്ല. സാറേ, ഇലക്ഷൻ അല്ല ഇതില് ചോദ്യം. നമ്മുടെ സ്മഗ്ലിംഗ് കേസ് എന്തായി? ഒന്നും ആയില്ല, ഇപ്പോഴും പെൻഡിങ്. ഇനി ഇതിലൊന്നും അറിയാത്ത ഇപ്പൊ കരുവന്നൂര് കേസ്, ഇവിടെ എത്ര പേര് പറഞ്ഞു AC മൊയ്തീന്റെ 40 ലക്ഷം രൂപ സീസ് ചെയ്തു, അത് ഹൈക്കോടതി വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അതിപ്പോ ഒരു ന്യൂസ് അല്ല. അപ്പൊ ഇതുപോലെ പോകുന്നത് എന്തുകൊണ്ടാ? ഇത് കേന്ദ്രം അന്വേഷിച്ച കേസുകളാണ് അതൊക്കെ. അതിലെ പ്രശാന്ത് എന്ന് പറഞ്ഞ ഓഫീസറെ മാറ്റി പകരം ഇവിടുന്ന് LDF-നെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. ഇത് സാധാരണ ജനങ്ങളുടെ ചോദ്യം. സാധാരണ ജനങ്ങളുടെ ചോദ്യം ഇത് ആർക്കെങ്കിലും അറിയോ? ഓക്കെ, ശ്രീ MK ഹരിദാസ്, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണക്കടത്ത് അതുപോലെ പൊട്ടിക്കൽ, ഇതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കാം. അതിന് ഒരുപക്ഷെ ശശി അൻവറിൻ്റെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നുള്ള ആക്ഷേപം ഒക്കെ ആയിരിക്കാം ഇതിൻ്റെ ഒരു പശ്ചാത്തലം. പക്ഷേ എങ്കിലും ഈ വിഷയം ഇപ്പം നോക്കൂ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ അധികാര വർഗം മൊത്തം ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കടത്തുകാരോടൊപ്പം അതുപോലെ ഈ പൊട്ടിക്കൽ സംഘത്തോടൊപ്പം കൊലപാതകികളോടൊപ്പം ഒക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പം എന്ത് പറഞ്ഞാലും ഇപ്പം അൻവറും ആവശ്യപ്പെടുന്നത് എന്താ? സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം അന്വേഷിക്കട്ടെ എന്നുള്ളത്. അൻവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻവറും പിടിക്കപ്പെടുമല്ലോ, അല്ലേ? പക്ഷെ അൻവറിന് ആത്മവിശ്വാസം, അൻവറിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അങ്ങനെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഈ പറഞ്ഞ പിണറായി അടക്കം അകത്ത് പോകും എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരുപക്ഷെ ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. ഇത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ശശിയെ ചാരിയിട്ടും അജിത് കുമാറിനെ ചാരിയിട്ടുമാണ് അൻവർ തുടങ്ങിയതെങ്കിലും ഇപ്പൊ കൃത്യമായിട്ട് ഇവരെ രണ്ടുപേരും ചാരിയിട്ട് മുഖ്യമന്ത്രിക്ക് നേരെയാണ് അൻവറിന്റെ പടപ്പുറപ്പാട് എന്നുള്ളത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഏകദേശം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് കുറേയും കൂടി കാര്യങ്ങൾ അറിയാം. ശ്രീ ബലദേവ് ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം വളരെ തമാശ രൂപേണ പറഞ്ഞത് ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞുകൊണ്ടിരുന്നത് വ്യക്തമായിട്ട് പറഞ്ഞപ്പോ ശ്രീ ബലദേവ്, ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് പറയുന്നത് ഇവിടുത്തെ
ദുർബലമായപ്പോ ഇവിടെ കേന്ദ്രം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാത്തതിനെ പറ്റിയിട്ട് രണ്ടുപേര് വിശദമായിട്ട് സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഒരു ദുർബലമായ പ്രതിപക്ഷമുണ്ട്. ഈ അൻവറിന്റെ റോള് എന്നോ അവരെ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഈ സ്വർണം പൊട്ടിക്കലിന്റെ കാര്യത്തിലായാലും ഈ അജിത് കുമാറിന്റെ ഈ ഭൂമി ഇടപാടായാലും ഭൂമി വാങ്ങലായാലും ഈ കൊട്ടാര തുല്യമായ ഒരു കെട്ടിടം അദ്ദേഹം ഈ തിരുവനന്തപുരത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന്റെ താഴെ പണിയുന്ന കാര്യമായാലും നമ്മുടെ പ്രതിപക്ഷം ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളത് കൂടി അൻവറിനെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ. അപ്പോ അൻവർ തുടങ്ങി വെച്ചത് ശ്രീ ബലദേവ് ശശിയെയും ADGPയെയും ചാരിക്കൊണ്ട് സ്വയം അവരിലേക്ക് കുറ്റാരോപണം നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പൊ ഇന്ന് അത് ക്ലിയറായി, അതായത് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണ്. ശ്രീ അനിൽ നമ്പ്യാർ, ഞാനിപ്പോ ഇന്ന് ശ്രീ പത്മനാഭൻ പറഞ്ഞു അദ്ദേഹം മലപ്പുറത്തെ കുറെ BJPക്കാരോട് സംസാരിച്ചു എന്ന്. പഴയൊരു സഖാവായ എനിക്ക് മലപ്പുറത്തൊക്കെ കുറച്ച് സഖാക്കളൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ളപ്പോ അവര് പറയുന്ന കഥ മറ്റൊന്നാണ്. ഇദ്ദേഹത്തിന് അങ്ങേയറ്റം മോഹഭംഗം ഉണ്ടായിട്ടുള്ളതിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിന്റെ ഈ ചൊറിച്ചില് എന്നാണ് അവർ പറയുന്നത്. അതിൽ പ്രധാനം ശ്രീ ഹരിദാസ്, ഇദ്ദേഹത്തിന് നിലമ്പൂരിലുള്ള പാർട്ടി സഖാക്കന്മാരുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടാവും. അതിന് ഉപരിയായിട്ട് ഈ പാർട്ടിയുടെ തലപ്പത്തുള്ള ചിലരുടെ പിന്തുണ കൂടി സഹായം കൂടി അൻവറിന് ലഭിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ദുബായിൽ ഇവരൊക്കെ ഒത്തുകൂടി കേക്ക് മുറിച്ച കാര്യമൊക്കെ പല ഓൺലൈൻ മാധ്യമങ്ങളിലും വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. CPM സംസ്ഥാന സമിതിയിൽ അടക്കമുള്ള നേതാക്കന്മാരുടെ കൃത്യമായിട്ടുള്ള സഹായം സഹകരണം അൻവറിന് ലഭിക്കുന്നത്. ഇതൊരു ഒറ്റയാൾ പട്ടാളം, അൻവറിനെ ഒരു ഒറ്റയാൾ പട്ടാളമായി മാത്രം ഒതുക്കാൻ പറ്റുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇല്ല, ഒരിക്കലും. അത് തീർച്ചയായിട്ടും അങ്ങനെ അതിനെ കാണുന്നുവെങ്കിൽ നമ്മൾ ഈ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കാനൊന്നും എനിക്കൊന്നും ഒരു അർഹതയുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അൻവറിന്റെ പിന്നിലെ പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണതയെ അങ്ങേയറ്റം എതിർക്കുന്ന വലിയൊരു വിഭാഗം മുഖ്യമന്ത്രിക്ക് പിന്നിൽ, ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രധാന വിഗ്രഹത്തിന് പിന്നിൽ ഒരു ഒരു നെയ്മല രൂപം കൊണ്ടിട്ടുണ്ട്. ഈ അതാത് നെയ്യ്, പക്ഷെ അത് ഒരിക്കലും ഉരുകുന്നില്ല, താഴത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ മാതിരി സ്വന്തം പ്രതിച്ഛായയ്ക്ക് പിന്നിൽ ഉരുണ്ടുകൂടുന്ന ശത്രുക്കളുടെ എണ്ണവും ആ ശത്രുക്കളുടെ പടയൊരുക്കവും മുഖ്യമന്ത്രി അറിയാതെ പോയി എന്നുള്ളതാണ് അൻവറിന്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി രൂപം കൊണ്ട വലിയ ഒരു ശക്തി അൻവറിന്റെ പിന്നിൽ നിന്നുകൊണ്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ അത് മുഴുവിപ്പിച്ചില്ല. അപ്പൊ എനിക്ക് മലപ്പുറത്തെ നിന്ന് കിട്ടിയ വിവരം എന്താ വെച്ചാൽ ആദ്യത്തെ ടേമിലെ ഇദ്ദേഹം മന്ത്രിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം MLA ആയപ്പോ, രണ്ടാമത്തെ പ്രാവശ്യം MLA ആയപ്പോ ഈ 2.5 കൊല്ലം ടേം ഒക്കെ ഇത്തരത്തിലുള്ള ഈ ഒറ്റപ്പെട്ട MLA മാർക്കൊക്കെ കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹവും ഒരു മന്ത്രിസ്ഥാനം മോഹിച്ചിരുന്നു എന്നുള്ളത് വളരെ വാസ്തവകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ലഭിക്കാതെ പോയ നിരാശയിൽ നിന്ന് ആദ്യത്തെ 2.5 വർഷം ഈ മന്ത്രിസഭ ആദ്യത്തെ 2.5 വർഷം പൂർത്തീകരിച്ച ശേഷം ഇദ്ദേഹത്തിന് അത് കിട്ടില്ലെന്ന് ഉറപ്പായതിനു ശേഷമാണ് അദ്ദേഹം ഇവർക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രിക്കും ശശിക്കും ADGPക്കും ഒക്കെ എതിരായിട്ടുള്ള തെളിവുകൾ സംഭരിക്കുകയും അത് ഈ കൃത്യമായ ഒരു സമയം നോക്കി പുറത്തേക്കെടുത്ത്, എനിക്ക് അധികാരമോഹമുള്ള വ്യക്തിയല്ല ഞാൻ കേരളത്തിന്റെ ഭാവി പ്രതീക്ഷയിൽ ആണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ശ്രീ അനിൽ നമ്പ്യാർ. രാഷ്ട്രീയം പറയുമ്പോൾ ഇനി അദ്ദേഹത്തിന് CPM, അദ്ദേഹം നല്ല കുട്ടിയായി നിന്നാലും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു സ്വതന്ത്ര MLAക്ക് മൂന്നാമതൊരു ചാൻസ് അദ്ദേഹത്തിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കിട്ടിയാലും അൻവർ ജയിക്കില്ല എന്നുള്ളത് അൻവറിനും അറിയാം. അപ്പൊ മൂന്നാമതൊരു ചാൻസിൽ എനിക്ക് MLA ആയിട്ട് ഇനി പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ കയറുകയാണെങ്കിലും എനിക്കൊരു മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടാത്ത മോഹഭംഗവും ആ മോഹഭംഗത്തോടൊപ്പം CPMലെ ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. ഗോപി കോട്ടമുറിക്കലിന്റെ റൂമിൽ CPM ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോ ഒളി ക്യാമറ വെച്ചത് ഞാനോ ശ്രീ അനിൽ നമ്പ്യാരൊന്നുമല്ല, ഈ CPMന്റെ പ്രവർത്തകരാണെന്നുള്ളത് ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഈ PK ശശിയുടെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് നമ്മളാരുമല്ല, ഇവരുടെ പാർട്ടിയുടെ ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഈ പാർട്ടിക്കെതിരായിട്ട്, പാർട്ടിയുടെ ദുശ്ചെയ്തികൾക്കെതിരായിട്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ലോബി, പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരായിട്ട് ഒന്നിച്ച് കൈകോർത്തപ്പോ ഉണ്ടായിട്ടുള്ള ഒരു ശക്തി ശ്രീ എന്നൊന്നും പറയാനില്ല, PV അൻവറിന്റെ പിന്നിൽ ഉണ്ടായി എന്നുള്ളത് ഒരു സത്യമാണ്. അതിപ്പോ ഈ ഇടത് സഖാക്കൾ എന്ന പേരിൽ ഈ സൈബർ സഖാക്കളായി രൂപം കൊണ്ടവരുടെ പിന്നിലും വലിയൊരു വിഭാഗം
വലിയ നേതാക്കള്, ഒന്നാം നിര നേതാക്കൾ പോലും പി വി അൻവറിന്റെ പിന്നിലുണ്ട്. അവർ പക്ഷെ ഒരു കാര്യമുണ്ട്, അതില് പി വി അൻവർ മനസ്സിലാക്കുന്നില്ല. ഒരു റിമോട്ട് കൺട്രോളിന്റെ മുകളിലാണ് ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയെ കുറിച്ചിട്ട് അൻവറിനൊരു ചുക്കും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ഒരു സന്ദർഭം വന്നാൽ ഈ കോർത്ത് പിടിച്ച കൈകളൊക്കെ വേർപെട്ടിട്ട് അൻവർ ഒറ്റപ്പെടുമെന്ന് അൻവറിന് ഏകദേശം ബോധ്യപ്പെട്ട സ്ഥിതിയിലാണ് അൻവർ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നതിനായിട്ട് മുമ്പ് ഒരു കാര്യം പറയാണ്, ഇനിയുള്ള അൻവർ പാർട്ടി വളരെയധികം പേടിക്കണം. കാരണം ഞാനും ശ്രീ അനിൽ നമ്പ്യാരും ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നവരും വിളിച്ചു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുടെ സത്യസ്ഥിതികളാണ് പിന്നീട് പുറത്തു വരാനുള്ളത്. കാരണം അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഭരണത്തിനെതിരെ, ഈ പോലീസ് നയത്തിനെതിരെ, ഈ നിഷ്ക്രിയമായ കേരളത്തിലെ പോലീസിന്റെ ഭരണ സംവിധാനത്തിനെതിരെ പറയുന്നവരെല്ലാം ഇടതുവിരുദ്ധരായി മുദ്ര കുത്തിക്കൊണ്ട് അവരെ ചെറുതാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇവിടുത്തെ ന്യായീകരണ തൊഴിലാളികൾ അറിയുക, ഞങ്ങൾ പറഞ്ഞതും ആ പറഞ്ഞതിനുള്ള തെളിവുകളുമായിട്ടായിരിക്കും ഇനി അൻവർ പ്രത്യക്ഷപ്പെടുക. ആ പ്രത്യക്ഷപ്പെടലിൽ അൻവർ വിളിച്ചു പറയുന്ന ആ കൊടുങ്കാറ്റിൽ ഇളകാൻ പോകുന്നത് CPM എന്ന് പറയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ നെഞ്ചേറ്റിയ ഒരു പ്രസ്ഥാനത്തിന്റെ അടിത്തറയാണ് എന്നുകൂടി ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ന്യായീകരണ തൊഴിലാളികളായി വരുന്നവര് മനസ്സിലാക്കുന്നു. യെസ്, വളരെയധികം നന്ദി ശ്രീ MK ഹരിദാസ്. അടുക്ക പരദേവ, അറിഞ്ഞില്ല ഉണ്ണി അറിഞ്ഞില്ല പാമ്പിനെയാണ് പാലൂട്ടി വളർത്തിയത് എന്ന് ഒരുപക്ഷെ CPM നേതാക്കന്മാരുടെ ആത്മകഥം അതായിരിക്കാം ഒരുപക്ഷെ. പക്ഷേ എങ്കിലും നോക്കൂ, അൻവറിനെ എന്തായാലും തള്ളിക്കളയും എന്നുറപ്പായിരിക്കുന്നു. കൃത്യമായിട്ടുള്ള നടപടിയെടുക്കുമെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ അൻവർ ഇനിയും കുറേ കൂടി വയലൻ്റായി വരാനുള്ള സാധ്യതകളല്ലേ കാണേണ്ടത്, അല്ലേ? കാരണം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലേ? അതുകൊണ്ടാണ് ചില ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം നൽകാൻ അഡ്വക്കേറ്റ് ബലദേവിനും സാധിക്കാതെ വരുന്നത്. കാരണം എന്താ, അൻവർ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ ഭാഗമാണെങ്കിൽ എന്തുകൊണ്ട് അൻവറിനെതിരെ നടപടിയെടുക്കുന്നില്ല? അൻവർ തന്നെ തുറന്നു പറയുന്നു ഞാൻ ടെലിഫോൺ ചോർത്തി എന്ന്. എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? അപ്പോൾ അവിടെയൊക്കെ എന്ന അൻവറിനെ ആശ്വസിപ്പിച്ച് നടപടിയൊന്നുമില്ലാതെ ഇങ്ങനെ ആർക്കും പരിക്കില്ലാതെ കൊണ്ടുപോകുന്ന ഒരു സമീപനമായിരുന്നു. പക്ഷേ ഈ അന്വേഷണം അത് ADGP നൊട്ടോറിയസ് ക്രിമിനലാണെന്ന് പറയുന്നു, P ശശി കാട്ടുകള്ളനാണെന്ന് പറയുന്നു. ഇവർക്കെതിരെ ഒന്നും കൃത്യമായിട്ടുള്ള അന്വേഷണം, സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ പാർട്ടി വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് അൻവർ ഈ കടുങ്കൈക്ക് ഒരുങ്ങിയത്? ആനത്തണ്ണൻ മൂത്തെന്ന് വിചാരിച്ചു മാല ഒന്നും ആവത്തില്ല. MP രാഘവനും ഗൗരിയമ്മയും വിചാരിച്ചിട്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു പ്രസ്ഥാനം ഇത്. അദ്ദേഹം ഒരു സ്വതന്ത്ര MLA. പിന്നെ എല്ലാ മുന്നണിക്കും ചില പേരുദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഇടത് മുന്നണിക്കുമുണ്ട്, കോൺഗ്രസ് മുന്നണിക്കുമുണ്ട്, BJP മുന്നണിക്കും. ചില സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില സ്വതന്ത്രന്മാർ പരീക്ഷിക്കും. ആ സ്വതന്ത്രന്മാര് ഏത് സ്വതന്ത്രന്മാര് വന്നിട്ടുണ്ടോ അവർ ആ പാർട്ടിക്ക് പണി കൊടുത്തോണ്ടാ പോകുന്നത്. അൽഫോൺസ് കണ്ണന്താനം ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നു, ഒരു BJP പോയി കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയി. ഇത് പല പാർട്ടികളിലുണ്ട്. കോൺഗ്രസിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പല സ്വതന്ത്രന്മാരും അദ്ദേഹത്തിന്റെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചില്ല. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടോ? വരട്ടെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു കഴമ്പുള്ള ആരോപണങ്ങളല്ല. ഈ ആരോപണങ്ങളൊക്കെ പണ്ട് മുതലേ നമുക്ക് എല്ലാവർക്കും, അനിൽ നമ്പ്യാർക്കും എനിക്കും പത്മനാഭൻജിക്കും ഒക്കെ അറിയാവുന്ന ഈ കരിപ്പൂർ കേന്ദ്രീകരിച്ച് പണ്ട് വടക്കേ ഇന്ത്യയിലായിരുന്നു കേന്ദ്രീകരിച്ച് സ്വർണ്ണം കള്ളക്കടത്ത് ഇന്നലെ തുടങ്ങിയതല്ല. ആ കേസുകൾ പരിശോധിക്കൂ. കരിപ്പൂർ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് എടുത്തിട്ടുള്ളതും പോലീസ് കേസുകൾ പരിശോധിച്ചാൽ ആ വിമാനത്താവളം ഉണ്ടായ കാലം മുതലേ നിരവധി കേസുകളുണ്ട്. അത് കഴിഞ്ഞ UDF ഗവൺമെന്റ് ഇരുന്നപ്പോഴും ഉണ്ട്, LDF ഗവൺമെന്റ്. മുഖ്യമന്ത്രി പരാജയമാണ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ അയാൾ കൊള്ളില്ല എന്ന് ഒരു ഇടത് തുറന്നു പറയാണ്. സ്വർണ്ണക്കടത്ത് വിഷയം നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ അത് പറഞ്ഞോട്ടെ, നാളെ അതിപ്പോ ശിവശങ്കറിന്റെ കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. അതായത് ഈ മുഖ്യമന്ത്രിയുടെ മുമ്പിലിരുന്നാണല്ലോ ശിവശങ്കർ സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചത്. അപ്പോൾ ഇയാൾ ഒട്ടും കൊള്ളരുതാത്തവനാണ്. ഇദ്ദേഹം എന്താ പറയണ്ടേ, സൂര്യനെ പോലെ തിളങ്ങി നിന്നിരുന്നു. പക്ഷേ ഇപ്പോഴിതാ കെട്ടുപോയിരിക്കുന്നു. ഇദ്ദേഹത്തിന് 100 ആയിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് രണ്ടാമതും ഇദ്ദേഹം അധികാരത്തിലെത്തിയത്. 100-ൽ 100 ആയിരുന്നു. ഇപ്പൊ ഇതാ സംപൂജനായിരിക്കുന്നു. ഇതൊക്കെ അൻവറിന്റെ അഭിപ്രായമല്ലേ, ജനങ്ങളുടെ അഭിപ്രായമല്ലല്ലോ. അൻവർ പറഞ്ഞോട്ടെ, അതിനകത്ത് എന്തായാലും മുന്നണി വിടാനായിട്ട് ശ്രമിച്ചു നിൽക്കുന്ന ഒരാള് മുന്നണിയിൽ നിന്ന് പുറത്തു പോകണമെന്ന് അദ്ദേഹത്തിന് പരിപൂർണ്ണ ബോധ്യമുണ്ടായി. അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും എന്തിന് ഞാൻ മുന്നണി വിട്ടുപോയി എന്ന് പറയണം.
ഗൗരിയമ്മ അന്ന് ഇതുപോലെ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞായിരുന്നു മുന്നണി വിട്ടു പോകുമ്പോൾ. എം വി രാഘവനും പറഞ്ഞായിരുന്നു, കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട. മുന്നണിക്കോട് ഒരു മുന്നണിയിൽ നിന്നിട്ട് ആ മുന്നണിയിൽ മറ്റൊരു മുന്നണിയിലേക്ക് പോവുകയോ ആ മുന്നണി വിട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പോകുന്ന വ്യക്തികൾ, ഇവിടെ അനിൽ ആന്റണി കോൺഗ്രസിൽ നിന്ന്, ഇവിടുത്തെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവിന്റെ മകനല്ലേ, BJP ഇട്ടപ്പോ കോൺഗ്രസിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടാണ് പോയത്. അതുപോലെ തന്നെ കെ കരുണാകരന്റെ മകള് പോയത് എങ്ങനെ കോൺഗ്രസിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടാണ് പോയത്. തിരിച്ച് അതുപോലെ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തിൽ വരുന്നവരുണ്ട്, ഇടതുപക്ഷത്തിൽ നിന്ന് കോൺഗ്രസിൽ പോകുന്നവരുണ്ട്. അത് എപ്പോഴും പാർട്ടി മാറും. അല്ല വക്കീലെ, അത്തരം ആരോപണങ്ങൾ അല്ല, അതുപോലുള്ള ആരോപണങ്ങളല്ല ഇത്. അതിനെ ഇങ്ങനെ ലഘൂകരിച്ച് കാണരുത്. ഇതിന് വലിയ ആരോപണങ്ങൾ വന്നിട്ട് ഇത് ചെറിയ ആരോപണങ്ങളാണ്. ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് ഈ ആരോപണങ്ങളെല്ലാം വർഷങ്ങളായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇത് പുതിയ ആരോപണമാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് കേന്ദ്രീകരിച്ച് സ്വർണം കള്ളക്കടത്തും എന്ന് പറഞ്ഞ് ഇപ്പോഴാണോ? എത്ര വർഷം, 2018 മുതൽ അന്വേഷിക്കുന്നല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നു. KT ജലീൽ മന്ത്രി കഴിഞ്ഞ മന്ത്രിസഭയിലെ അല്ല KT ജലീൽ അല്ല പ്രിൻസിപ്പൽ സെക്രട്ടറി കിടന്നല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയില്ലല്ലോ. KT ജലീൽ അദ്ദേഹം സ്വർണം അല്ല മുന്തിരിക്കകത്തൊക്കെ സ്വർണം കടത്തിയെന്ന് പറഞ്ഞല്ലോ KT ജലീൽ. ഇതിപ്പോ നേരത്തെ മന്ത്രിയല്ലായിരുന്നു. അപ്പൊ ഇതാണ്ട് 2016-17 മുതലേ ഉള്ള ആരോപണങ്ങളാണ്. ഇത് പുതിയ ആരോപണങ്ങളൊന്നും അല്ല. ഇത് ഓഫീസ് കേന്ദ്രീകരിച്ച് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി പറഞ്ഞിട്ട് ഒരക്ഷരം മിണ്ടിയില്ല കേട്ടോ. അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഈ ആരോപണം സ്വപ്ന സുരേഷ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അല്ല ഞാൻ പറയട്ടെ, ശരിയാണോ തെറ്റാണോ എന്ന് പോലും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി. അല്ല എനിക്ക് കുറച്ച് മറുപടി പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഈ ആരോപണങ്ങളൊന്നും ഞങ്ങൾക്കും പുത്രിയല്ല, എനിക്കറിയാം അനിൽ നമ്പ്യാർക്കും പുത്രിയല്ല, പത്മനാഭൻജിക്ക് പുത്രിയല്ല. നമ്മൾ ദിവസേന കേൾക്കുന്ന, നമ്മളൊരു 8-10 വർഷമായിട്ട് ചർച്ച ചെയ്യുന്ന ആരോപണങ്ങൾ, അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് പറയുന്നത് പോലെ പല രീതിയിൽ പല രൂപത്തിലും പല ഭാവത്തിലും വരുന്നേ ഉള്ളൂ. ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. പിന്നെ പ്രകാശ് വക്കീൽ പറഞ്ഞു വന്നിട്ട് കാര്യങ്ങൾ, ഉദ്യോഗസ്ഥർക്ക് വസ്തു വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. അവർ വർഷം തോറും നമ്മുടെ ഒരു നിയമം അനുസരിച്ച് വർഷം തോറും അവരുടെ സ്രോതസ്, ഞങ്ങൾക്ക് ഇത്ര രൂപ എവിടെ നിന്ന് കിട്ടി, ഈ സ്രോതസ് വെളിപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഉന്നയിച്ചതുണ്ട്, അൻവർ സ്വയം പറഞ്ഞ ടെലിഫോൺ ടാപ്പിംഗ്, അത് വലിയൊരു കുറ്റമാണ്. ഇന്ത്യൻ ടെലിഗ്രാഫിക് ആക്ട് അനുസരിച്ച് സെക്ഷൻ 5 അനുസരിച്ച് ഇത് ചോർത്താം. എപ്പോഴാ? ഒന്നുകിൽ ഹോം ഡിപ്പാർട്ട്മെന്റ് അനുവാദം വേണം, അല്ലെങ്കിൽ കോടതിയുടെ അനുവാദം വേണം. എന്റെ ഫോൺ രാജ്യഭീഷണിക്ക് ദോഷമാവുന്നു വന്നാൽ. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ IT ആക്ട് 26B അനുസരിച്ച് 3 വർഷം വരെ ഇംപ്രിസൺമെന്റും അതുപോലെ 2 ലക്ഷം രൂപ. അത് BJP ഗവൺമെന്റ് 2023 അമെന്റ് ചെയ്ത് 2 കോടിയാക്കി. പക്ഷെ അത് ബില്ല് പാസ്സായിട്ടില്ല, പുതിയ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിരവധി അത് മാത്രമല്ല, വളരെ പ്രശസ്തമായ കേസുണ്ട്, PUCL വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞത് ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 92 ഇതിന്റെയൊക്കെ വയലേഷൻ ആണ് സ്വർണം ചേർത്തെന്ന് പറഞ്ഞ് വിധിയും കിടപ്പുണ്ട്. അത് വെച്ച് വേണമെങ്കിൽ പ്രത്യേകിച്ച് തെളിവ് വേണ്ട. ഒരു കേസ് എടുത്താൽ തീർച്ചയായിട്ടും അൻവർ ജയിലിൽ പോകാൻ അദ്ദേഹത്തിന്റെ മൊഴിയുണ്ട്. അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹത്തിന് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ടാപ്പ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് IT ആക്ട് ഇട്ട് കേസെടുത്താൽ അദ്ദേഹത്തിനെതിരെ വരും. ബൽദേവ് സാറേ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. സാറ് പറഞ്ഞു ഇപ്പോ ആർക്കും സ്ഥലം മേടിക്കാന്ന്. പക്ഷേ ഇവിടെ അൻവർ അലിഗേഷൻ കൊണ്ടുവന്നത് ഈ സ്ഥലം മേടിക്കാനുള്ള പൈസ അത് കൈക്കൂലി പണാണ്. കാരണം അത് പറയാം. ഒരു IPS പറയുന്നത് മുഴുവൻ അൻവറിനെതിരെയുള്ളത് അന്വേഷിക്കുമോ? അന്വേഷിക്കണം. സാധാരണക്കാരെ ചോദിക്കുന്നേ, അതും അന്വേഷിക്കണം. നിങ്ങളുടെ ഈ ADGP ചെയ്ത അതും അന്വേഷിക്കണം. ഞാൻ പറയട്ടെ, 36 ലക്ഷം രൂപ ആദ്യം സ്റ്റൈൽ മാത്രം പറയല്ലേ. ഞാനൊന്ന് പറയട്ടെ, 36 ലക്ഷം രൂപ ഒരു IPS ഓഫീസർക്ക് 36 ലക്ഷം രൂപ 10 മാസത്തെ ശമ്പളേ ഉള്ളൂ വക്കീലേ. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ നിരവധി സോഴ്സുകളാണ് അദ്ദേഹത്തിന്റെ. ഞാൻ പറയട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. അപ്പൊ ഇത് 36 ലക്ഷം രൂപയായി 3 കോടിയൊക്കെ IPSകാരെ സംബന്ധിച്ച് അവരുടെ സോഴ്സും അവർക്ക് ഇഷ്ടം പോലെ എടുക്കാനുണ്ട്. അവരുടെ ഭാര്യ വീട്ടിൽ സോഴ്സ് കാണും, കോടിക്കണക്കിന് കാണും. അവർക്ക് അത് എത്ര പുല്ലായിട്ട് 1 കോടി രൂപയുടെയൊക്കെ സോഴ്സ് കാണിക്കുക. അതോടെ നിൽക്കട്ടെ. 36 ഇവിടെ LD ക്ലാർക്ക് ഇവിടെ 1 കോടി 1.5 കോടിക്കൊക്കെ വസ്തു വാങ്ങിക്കുന്നു. അവർ ഇച്ചിരി ലോൺ കൂടെ എടുത്തിട്ട്. അതുകൊണ്ട് അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് 36 ലക്ഷം എന്ന് പറയുന്ന ഒരു കാര്യം 2 സെന്റ് വസ്തുവിന്റെ വിലയുള്ളൂ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്താ അൻവർ ചെയ്യുന്ന? എന്താ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കുന്നു. ഇന്ന് തന്നെ 2 പേരെ അദ്ദേഹം കൊണ്ട് നിർത്തി അഭിമുഖം നടത്തി. ആരാ അവര് ദുബൈയിൽ പോയിട്ട് മലദ്വാരത്തിലും പിന്നെ എവിടെയൊക്കെ ശരീരഭാഗങ്ങളുണ്ടോ അവിടെ എല്ലാം സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവന്നു ഇരുത്തിയാണ് അഭിമുഖം എടുക്കുന്നത്. അതിനകത്തുള്ള ഒരു സാങ്കേതികത എന്താ? സത്യം പുറത്തു വരണ്ടേ?
അല്ല, സത്യം പുറത്ത് വന്നോണ്ട് അവര് ഈ ആരെ ഇത് കൊണ്ടുവന്നേ? ഇത് നല്ല വ്യക്തികളാണോ? ദുബായി പോയിട്ട് തിരിച്ചു വന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വന്തം കള്ളക്കടത്തിക്കൊണ്ട് കമ്മീഷൻ വാങ്ങിക്കുന്നവരെയൊക്കെയാണോ കൊണ്ടുവന്നിരുത്തിയിട്ട് അവരുടെ സത്യത്തിന് എന്താ കോടതിയിൽ വരുന്നത്? അവരുടെ സത്യത്തിന് സ്വർണം പിടിച്ച് അതിന് വെട്ടി മാറ്റിയ ആളുകളുടെ പേര് പറയാൻ പാടില്ല. പറയട്ടെ. അപ്പൊ അവരുടെ അതിനെന്താ റിലവൻസി? അപ്പൊ ഇങ്ങനെയുള്ള സ്വർണ്ണ കള്ളക്കടത്തുകാരെ കൂട്ടുപിടിക്കുക, അതിനകത്ത് എന്താണ് റിലവൻസി? ഇതൊന്നും മാന്യന്മാരല്ലല്ലോ. യഥാർത്ഥത്തിൽ നല്ല സ്വർണം പിടിക്കുകയൊന്നും അല്ലല്ലോ ചെയ്തത്. സ്വർണ്ണ കള്ളക്കടത്തുകാരെ കൊണ്ട് നിർത്തിയിട്ടാണ് ചർച്ച കൊണ്ട്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഇവിടുത്തെ സ്വർണ്ണ കള്ളക്കടത്തുകാരെ മഹൽ ഭരിക്കരുത്. ഇത് കാണുന്നവർക്ക് എന്താ തോന്നുന്നത്? ഒരു പാവപ്പെട്ട ജനം അത് കണ്ടായെന്ന് തോന്നും. അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ച് കസ്റ്റംസുകാർ അടിച്ചോണ്ട്, ഏത് സ്വർണ്ണം അവന്റെ ഇത് പിടിച്ചേ? അവൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന കള്ളക്കടത്ത് സ്വർണ്ണമാണ്, ഗവൺമെന്റിന് നികുതി വെട്ടിച്ചു കൊണ്ടുവന്ന സ്വർണ്ണമാണ്. പിന്നെ ഈ സ്വർണം പിടിക്കുമ്പോൾ പണ്ടും ഇപ്പോഴും എല്ലാം 10 കിലോ പിടിച്ചാൽ കോടതി വരുമ്പോൾ 4 കിലോ 5 കിലോ. ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയ സംഭവമൊന്നും അല്ലല്ലോ. ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഈ കസ്റ്റംസുകാർ എത്രയോ കേസുകൾ അവർ പിടിക്കാതെ വിടുന്നു. എയർപോർട്ടിൽ നിന്ന് സ്വർണം പിടിച്ചിട്ട് അവരെടുത്തിട്ട് വിടുന്ന എത്രയുണ്ട്? എന്തിനും വേറെ പറയുന്നത് ശരിയല്ലെങ്കിൽ മദ്യക്കുപ്പികൾ വരെ ഈ ഗൾഫിൽ നിന്ന് വരുന്നവരുടെ നല്ല വില കൂടിയ മദ്യക്കുപ്പികൾ, സ്പ്രേ, ഇതൊക്കെ ഈ കസ്റ്റംസ് ഓഫീസർമാർ എയർപോർട്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാർ സഹിതം പറക്കെടുക്കാറുണ്ട്. അവർ മിണ്ടാതിരിക്കുന്നതെന്നറിയോ? ഇതെല്ലാം കൂടെ വാരി ബാഗിൽ തട്ടി കിട്ടാൻ നമുക്ക് നേരിട്ടറിയാത്ത സംഭവങ്ങളുണ്ട്. കുറെയൊക്കെ അവരെടുത്ത് മാറി. ഇത് ഇപ്പോഴും തുടങ്ങിയതല്ല, എത്രയോ വർഷങ്ങളായിട്ട് ഈ എയർപോർട്ടും ഗൾഫിൽ നിന്ന് വരെയും വിദേശത്ത് വരുന്നവരെയൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്യാം. വക്കീൽ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഇനിയും നിർബാധം തുടരട്ടെ എന്നാണോ? അല്ല, ഇത് ഒരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിലോ ഏകാധിപത്യ വ്യവസ്ഥയിലോ രാജാക്കന്മാർ ഭരിച്ചാലോ കമ്മ്യൂണിസ്റ്റുകാർ നേരിട്ട് ഭരിക്കുന്ന ഉത്തരകൊറിയുള്ള രാജ്യങ്ങൾ പോലോ അഴിമതികളൊന്നും ഒരു പരിപൂർണ്ണ മാവേലി ഭരിക്കുന്ന നാടുമല്ലോ. അന്ന് ഒരിക്കലും ഭരത്തിൽ അഴിമതി ഇല്ലാത്ത ഒരു രാജ്യം നമ്മുടെയൊക്കെ മനസ്സിലൊരു സ്വപ്നമാണ്. 90 പേര് നല്ലവരാണെങ്കിൽ 10 പേര് അഴിമതിക്കാരായിരിക്കും. പരിപൂർണമായിട്ട് അഴിമതി ഇല്ലാത്ത ഒരു രാജ്യം ഉണ്ടാവുന്ന എന്താ പേർക്ക് പറയാം? ആരും 10 പൈസ കൈക്കൂലി വാങ്ങിക്കാത്ത, ഒരു അഴിമതിയും കാണിക്കാത്ത, ഒരു സ്വർണ്ണക്കടത്തില്ലാത്ത രാജ്യം പറയാൻ പറ്റില്ല. പക്ഷേ ഒരിക്കലും ഉണ്ടാകത്തില്ല. അഴിമതി വിരുദ്ധ സർക്കാരാണ് ഞങ്ങൾ. അതാണ് ഈ ദല്ലാളന്മാരെയൊക്കെ സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴിയിൽ നിന്ന് ഞാൻ അടിച്ചിറക്കും. അതൊന്നും വേണ്ട. അതൊക്കെ പറഞ്ഞിട്ട് ഇമാതിരി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചോദിക്കുന്നത്. അല്ല, എവിടാ നമ്പ്യാരെ അഴിമതി ഇല്ലാത്ത? എല്ലായിടത്തും ഇങ്ങനെ കോടിക്കണക്കിന് എല്ലാവരും അഴിമതി കാണിക്കുന്നത്. അഴിമതി നടത്തിക്കോട്ടെ, പക്ഷേ ഞങ്ങൾ എന്റെ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ അങ്ങനെയുള്ള ഡയലോഗ് വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് വേണ്ട. ഇത് ആരും പറയണ്ട. ഇവിടെ ഇഡി ചുറ്റെടുത്ത് പിടിക്കുന്ന ഇവിടെ BJP 10 സ്റ്റേജ് ഭരിക്കുന്നില്ല. അവിടെ ആരെങ്കിലും ഇഡി ഒരു പെറ്റി കേസ് പോലും രജിസ്റ്റർ ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഇഡി പിടിക്കുന്നതൊക്കെ ഇവിടെ BJP ഭരിക്കാത്ത കേസുകളിൽ പോയി പിടിക്കുന്നു. മഹാരാഷ്ട്രയിൽ എത്രയോ കേസുകൾ എടുക്കാം. BJPക്കാരെ അന്വേഷിച്ച വിദർഭ പത്മനാഭ തർക്കീയത്തില് 35,000 കോടി രൂപയായിട്ടാണ് 3,500 കോടി രൂപയുടെ അഴിമതി കൊണ്ടു അജിത് പവാറിനെതിരെ. BJP മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് കൊണ്ടുവന്ന അഴിമതി കേസാ ഇപ്പൊ അവിടെ നിൽക്കുന്നത്. അജിത് പവാർ അവിടെ നിൽക്കുന്നത് ഇപ്പം ഏത് ഇഡി അന്വേഷിച്ചു? അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട. പശ്ചിമബംഗാൾ 1-2 MP-മാർക്കെതിരെ ചിട്ടി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി കേസ് അവിടുത്തെ BJPക്കാരുണ്ടല്ലോ. ഇപ്പൊ അവര് BJP-ഇല്ല. അപ്പൊ BJP-യിലോട്ട് അഴിമതി വാങ്ങും. എത്രയോ പേരങ്ങനെ JMM-ൽ ഒരു നേതാവിനെതിരെ അഴിമതി കൊണ്ടുവന്നില്ല, റാം സിംഗിനെതിരെ. അതിലിപ്പോ BJP-യിലെ അഴിമതി മാറിയോ? ആസാം മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി കേസ് അവിടുത്തെ BJP കൊണ്ടുവന്നിരുന്നില്ല. ഇപ്പൊ BJP വന്നപ്പോൾ അഴിമതി മാറിയോ? അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനൊരു വ്യവസ്ഥിതിയാണ്. ഇതിനകത്ത് അഴിമതി എല്ലാവരും എല്ലാവരും അല്ല, ഒരു 90% പേര് നല്ലവരാണെങ്കിൽ 10% പേരോട് അഴിമതിക്കാരാണ്. അത് നിർബാധം ഇങ്ങനെ തുടർന്നു. അത് നമുക്കതൊരു പരിധി വരെ ലഘൂകരിക്കുക. അഴിമതി ഒന്നും ന്യായീകരിക്കുകയല്ല. അഴിമതി ആര് പക്ഷെ പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് അഴിമതി ഇല്ലാതാക്കാം. ഒരിക്കലും നടക്കത്തില്ല. അഴിമതി ഒന്നും പരിപൂർണമായിട്ട് അവസാനിപ്പിക്കാൻ ഒരു ഗവൺമെന്റിനെ കൊണ്ട് കഴിയില്ല. നിയന്ത്രിക്കാൻ മാത്രമേ പറ്റൂ. ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാം. പരിപൂർണമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. സ്വകാര്യ സ്വത്തിന് നിലനിൽക്കുന്നിടത്തോളം കാലം ഇതെല്ലാം ഇങ്ങനെ സ്വകാര്യ സ്വത്തില്ല ഒരു വ്യവസ്ഥ മുന്നോട്ട് പോകത്തില്ല. കേരളത്തിലെ ജനങ്ങൾ ഇവരെയൊക്കെ അധികാരത്തിൽ എത്തിച്ച വോട്ടർമാർ ഇതൊക്കെ കണ്ട് ഇങ്ങനെ പഞ്ചപുച്ച അടക്കി നിൽക്കണം എന്നാണോ പറയുന്നത്? അത് നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ. അഡ്വക്കേറ്റ് പ്രമോദ് ഒരു മിനിറ്റ്. അഡ്വക്കേറ്റ് പ്രമോദ്, എന്തായാലും അൻവർ അച്ഛൻ എന്ന് വിളിച്ചയാൾ പട്ടുപോയിരിക്കുന്നു. അച്ഛനെ പോലെ കരുതിയ ആൾ പട്ടുപോയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നു. ADGP നൊട്ടോറിയസ് ക്രിമിനൽ P ശശി കാട്ടുകള്ള. ഇനിയിപ്പോൾ ആകെയുള്ള അഭയം കോടതിയാണ്. ഹൈക്കോടതിയിലേക്ക് പോകാൻ ഇരിക്കുന്നു. ഹൈക്കോടതിയിലേക്ക് അൻവർ നീങ്ങിയാൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഇടപെടലുകളൊക്കെ ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
ഒരു കാര്യം ഞാനൊന്ന് ബൽദാവ് സാറിനോടൊന്ന് പറയാനാ. ഒരു പ്ലീസ്. കോൺഗ്രസ് ഗവൺമെന്റ് അഴിമതി ചെയ്താൽ ഇവിടെ ആരും ഒന്നും പറയില്ല. പക്ഷേ ഈ CPM എന്ന പാർട്ടി സഖാക്കൾ അഴിമതിക്ക് അതിങ്ങനെ ഉണ്ടാവും, ഈ നാട്ടിൽ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പാടില്ല. അത് വളരെ ഒരു വേദനാജനകമാണ്. CPM എന്ന് പറയുന്ന ജനങ്ങളുടെ ഒരു വിശ്വാസം അഴിമതി രഹിത ഗവൺമെന്റ് എന്നാണ് ഇതുവരെ വാദിക്കുന്നത്. അപ്പൊ ഇപ്പൊ പറയണ ഇനി മുതലേ 50% അഴിമതി രഹിതമുള്ളൂ എന്ന് പറയണം. ആ സ്ഥിതിയിലേക്കാണ് പോണത്. പിന്നെ ഇതിൽ PV അൻവർ അദ്ദേഹം ഇത് കോടതിയെ സമീപിച്ചാൽ ഇത് കൂടുതൽ അപകടമാണ് ഉണ്ടാവാൻ പോണത്. കാരണം കോടതിയില് സർക്കാർ വന്നൊരു മറുപടി പറയേണ്ടി വരും. ഈ രേഖകൾ, അതായത് റിക്കവർ ചെയ്ത സ്വർണത്തിന്റെ പകുതി, സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം അവിടെ വരും. അപ്പൊ അത് കൂടുതൽ അപകടം. ഇപ്പൊ കുറച്ചു നേരത്തെ ഒരു പാനലിസ്റ്റ് പറഞ്ഞ പോലെ അൻവർ പുറത്തേക്ക് ഇറങ്ങിയാൽ, നിങ്ങൾ പുറത്തേക്ക് വിട്ടാൽ കൂടുതൽ അപകടകാരിയാവാൻ പോകുന്നത്, അത് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാവാൻ പോകുന്നതും പാർട്ടിക്കാണ്. പിന്നെ സാറ് പറഞ്ഞു, ബൽദേവ് സാറ് പറഞ്ഞു, രാഘവൻ സാറ് പോയി, ഗൗരിയമ്മ പോയി. ശരിയാണ്. ഇവരൊക്കെ പോകുമ്പോൾ ഇതിന് ചുക്കാൻ പിടിച്ച VS അച്യുതാനന്ദൻ സാറി മാറ്റി. അതുപോലെ ഒരു കാലം ഇപ്പത്തെ CM-ന് വന്നുകൂടാന്നില്ല. അല്ലാതെ ഇതില് ആരും അപ്രമാദിത്യം കാണിക്കലല്ല. രാഘവൻ സാറുള്ള സമയത്ത് അദ്ദേഹം പുലി തന്നെയായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹത്തെ മാറ്റി, വേറൊരാളെ വെച്ച്. അത് കഴിയുമ്പോ ഗൗരിയമ്മേനെ മാറ്റി. അത് കഴിയുമ്പോ ഉണ്ടായിരുന്ന അച്യുതാനന്ദനെയും മാറ്റി. ഇത് ആ സമയത്തൊക്കെ ഈ പറയുന്ന CM, ഈ പറയുന്ന VS അച്യുതാനന്ദന്റെ കൂടെയുള്ള ആളായിരുന്നു ഇവരെയൊക്കെ മാറ്റാൻ. അപ്പൊ ഒരു കാലം വരും. ഇതിൽ മറ്റേ പാനലിസ്റ്റ് പറഞ്ഞ പോലെ അൻവറിന്റെ പിന്നിൽ ഇത് പുറത്ത് പറയട്ടെ, ആരെങ്കിലും ഒരു ചാവേറായിട്ട് പറയട്ടെ, ബാക്കിയുള്ളവരുടെ സമയം വരുമ്പോൾ പ്രതികരിക്കും. ഇപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് സുധാകരൻ സീനിയർ മോസ്റ്റ് നേതാവാണ്, MA ബേബി, അതുപോലെ നിങ്ങൾ എടുക്കൂ, എന്താ പറയാ EP ജയരാജൻ, എന്താണ് ഇതിനെക്കുറിച്ച് മിണ്ടാത്തത്? ഒരു അഭിപ്രായം പറയുന്നുണ്ടോ? ഇവരൊക്കെ തോമസ് ഐസക് മിണ്ടുന്നുണ്ടോ? ഒരു ഗോവിന്ദൻ മാഷ്, അദ്ദേഹം ആ പോസ്റ്റിൽ വന്നിരുന്നത് ഈ പറയുന്ന CM-ന്റെ അനുഗ്രഹത്തോടു കൂടിയാണ്. അപ്പൊ തൽക്കാലം പറയില്ല. പക്ഷെ വീണോട്ടെ, ഇതാണ് ചിന്താഗതി, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. അപ്പൊ ഇതില് അഴിമതി രഹിതമായ ഒരു ഭരണം ഉണ്ടാവുന്ന വെച്ചിട്ടാണ് പാവപ്പെട്ട ജനങ്ങള് ഈ CPM-നെ തെരഞ്ഞെടുത്തത് രണ്ടാമതും. അവിടെ അഴിമതി ഉണ്ടായ നിവൃത്തിയൊന്നുമില്ല. അല്ല വക്കീലെ, പാർട്ടിയിലെ വലിയൊരു വിഭാഗം അൻവർ പറഞ്ഞതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുമെന്ന് കരുതുന്നുണ്ടോ? കൺവിൻസിംഗ്ലി, അതായത് ബോധ്യപ്പെടുത്താവുന്ന രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് ഇതാ രണ്ട് വീഡിയോ അവിടെ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചു, മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അത് കാണിച്ചു, അല്ലേ? അപ്പൊ എല്ലാം സാധാരണക്കാർക്ക് പോലും, സാധാരണ പാർട്ടി പ്രവർത്തകന് പോലും ബോധ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അൻവറിനെ പെട്ടെന്നങ്ങ് ഇവരൊക്കെ തള്ളിക്കളയും എന്ന് കരുതാനാവുമോ? ഇവര് വിചാരിക്കുന്ന പോലെയല്ല. അദ്ദേഹം എടുത്തു കാണിച്ച, ഇപ്പൊ ആദ്യം പറഞ്ഞു, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു മുഖം തിരിച്ചിരുത്തിയെന്ന്. അദ്ദേഹം ഇന്നത്തെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹം അതിന് കളിയാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയോട്, ഞാൻ തിരിച്ചു നിർത്തിയല്ല, ഇങ്ങനെയും നിർത്തി പറയാനറിയാം എന്ന് കാണിച്ചു. ഇപ്പോ പാർട്ടിയുടെ കീഴ്ഘടകം മുതലുള്ള മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ഇതല്ലേ? വളരെ ഈസി ആയിട്ട് ബൽദേവ് സാർ പറഞ്ഞു, എത്രയോ സ്ഥലങ്ങളിൽ മീറ്റിംഗ് ബോയ്ക്കോട്ട് ചെയ്യുന്നു, എത്രയോ സ്ഥലങ്ങളിൽ തർക്കം വരുന്നു, മത്സരങ്ങൾ വരുന്നു. ബേസ്ഡ് ഓൺ ദിസ് അത് ആക്സെപ്റ്റ് ചെയ്യണം. ഇത് ഈ ഏത് ഇതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കണം എന്നൊന്നും ആരും ചിന്തിക്കില്ല. ആ പാർട്ടി നിലനിന്നാലേ ഇവിടെ പ്രതിപക്ഷം സ്ട്രോങ് ആയാൽ മാത്രമേ ആ ഭരണപക്ഷം ശരിയാക്കാൻ പറ്റുള്ളൂ. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി കോൺഗ്രസ് വീക്കാണ്. അത് എൻജോയ് ചെയ്ത് ഇവര് ഭരിക്കുന്നു. പക്ഷെ ഇനിയൊരു ടേം വരാം എന്നുള്ളത് ഈ പ്രവൃത്തികൾ കൊണ്ട് ഒരു സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് തോന്നില്ല. കാരണം അറിയപ്പെടുന്ന എല്ലാ മെയിൻ നേതാക്കന്മാരെയും മാറ്റി ഒരു പുതിയ ജനറേഷനെ കൊണ്ടുവന്ന് ഇരുത്തിയത് അൻവർ പറഞ്ഞ പോലെ റിയാസിന് വേണ്ടി കൊണ്ടിരുത്തിയതാണെങ്കിൽ അതും വരും ദിവസങ്ങളിൽ കാണും. ഇദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതും അൻവർ പറയുന്നുണ്ട്. അപ്പോ ഒരിക്കലും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ ബാക്കിയുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയ ഒരു പരിപാടി അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്നതല്ല, അത് ഒട്ടും ചേർന്നല്ല. കാരണം ഇതിലെല്ലാം ഉണ്ട്. ഞാൻ ഇപ്പോഴും എനിക്ക് ആ ഒരു നിയമസഭയിലെ ഒരു സ്പീച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മുസ്ലിം ലീഗിന്റെ ഒരു ലീഡർ, ഞാൻ മറന്നുപോയി അദ്ദേഹത്തിന്റെ പേര്, അതായത് എന്താ പറയാ, ചേട്ടത്തെ കാണിച്ച് അനീതിയെ കെട്ടിയ പോലെ ആയിന്ന് ഷംസീറിനെ നോക്കി ചോദിച്ചൊരു ചോദ്യം.
കാരണം രണ്ടാമത്തെ ടേം വന്ന ഷംസീറിന് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിനെ കുറിച്ച്. അതുപോലെയാണ് ഇപ്പൊ ഇത് പറയുന്നത് എന്താ, അൻവറിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ അൻവറിനെ കൊണ്ട് മലപ്പുറം ജില്ലയിൽ ക്രൗഡ് പുള്ളർ ഇപ്പൊ ഈ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയോ അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അവിടെ അറിയാം ജനം അയാളുടെ കൂടെയാണോ അല്ലേന്ന്. അയാൾ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കോ തോൽക്കോ അതൊക്കെ വേറെ വിഷയം. അവിടെ സത്യസന്ധമായ വോട്ടുകൾ എല്ലാവരും പിടിച്ചാൽ ചിലപ്പോൾ അയാൾ അവിടെ ജയിച്ചു പോകും. കാരണം അയാൾ അത്രയും കോൺഫിഡൻസിലാണ് ഒരു മീറ്റിംഗ് വിളിക്കുന്നത്. അയാൾ പാർട്ടി വിടണോ അതൊന്നും അയാൾ പറഞ്ഞില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അയാൾ MLA സ്ഥാനം രാജിവെക്കില്ല. കാരണം ഇവർക്ക് രാജിവെക്കാൻ പറയാൻ പറ്റില്ല. കാരണം അയാൾ സ്വതന്ത്ര MLA ആയിട്ട് വന്നിട്ട് LDFന്റെ കൂടെ എന്നെ എഴുതി കൊടുത്തിട്ടേ ഉള്ളൂ. ആകെ പറ്റുന്നത് വിപ്പ് പറയാം ഏതെങ്കിലും ഒരു വോട്ടിനുള്ള സമയം വരുമ്പോ. അതല്ലാതെ എന്ത് പറയാൻ പറ്റും? പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല അദ്ദേഹം ഇനി. അല്ല, അതിലിപ്പോ ഒന്നും സംഭവിക്കില്ല എന്നല്ല ആള് പറയണത്. ഇതെല്ലാം നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതെല്ലാം ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, മരമുറി കേസ് അന്വേഷിച്ചത് കൊണ്ടാണ് ഒരു ചാനലുകാർ ഇത് പറയുന്നത്. റിപ്പോർട്ടർ ചാനൽ ഉദ്ദേശിച്ചിട്ടാണ്. അത് തന്നെയല്ലേ മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞത് ഈ കഴിഞ്ഞ മീറ്റിംഗിലും. റിപ്പോർട്ടർ എന്തൊരു ഒരു വളരെ ബാലിശമായ രീതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ റെസ്പെക്ട്ഫുൾ തോന്നിയതാണ്. അദ്ദേഹം ആദ്യ ടേം വന്നപ്പോ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നൊക്കെ പറഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നിയതാണ്. കാരണം അങ്ങനെ ആവേണ്ടതായിരുന്നു. ഇപ്പൊ അദ്ദേഹം ഈ റിപ്പോർട്ടർ ചാനലിലെ ആരായിരുന്നു ഇതിന്റെ ഭാരവാഹി ആദ്യം? ഇപ്പൊ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണല്ലോ. നേരിട്ട് ജില്ലാ കമ്മിറ്റി. ഇവിടെ ഓരോരുത്തരും വർഷങ്ങളോളം ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി കടന്ന് കളിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തണം. ഇവിടെ നേരിട്ട് ജില്ലാ കമ്മിറ്റി ഒരു പാർട്ടി വർക്ക് ചെയ്ത ഈ പറയുന്ന ഇവര് തള്ളി പറഞ്ഞപ്പോ MV രാഘവന്റെ മകൻ. അതല്ലാതെ വേറെ ഒരു ക്വാളിറ്റി ഇല്ലല്ലോ ഒരു പത്രക്കാരൻ, ഒരു മീഡിയ ഹെഡ് എന്നുള്ളതിൽ. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി മനസ്സിലായില്ലെങ്കിൽ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭയാവുമ്പോൾ ഇതെല്ലാം വരും. അപ്പൊ ഈ ചർച്ചകളൊക്കെ അവിടെയും വരും. ഈ പറയുന്ന അൻവർ ഞാൻ മനസ്സിലാക്കിയതോളം അദ്ദേഹം പറഞ്ഞത് എത്ര കള്ളനായിക്കോട്ടെ അയാൾ വന്ന് പറയുന്നതിൽ ഒരു എൻക്വയറി നടത്തുക. അറ്റ്ലീസ്റ്റ് ഇന്റേണൽ എൻക്വയറി. അദ്ദേഹം ആവശ്യപ്പെട്ടത് അതല്ലേ ഉള്ളൂ. അയാൾ ആദ്യം മുതൽ എല്ലാ മീറ്റിംഗിലും ആവശ്യപ്പെടുന്നത് എന്താ? അയാൾ മുഖ്യമന്ത്രി ഏറ്റവും നന്നായിട്ട് പറയുന്നു. കാരണം ആളുടെ ധാരണ മുഴുവൻ ഈ ബാക്കി രണ്ടുപേര് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്ന് മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രിയെ വളരെ നന്നായി പറഞ്ഞ വ്യക്തിയാണ്. മുഖ്യമന്ത്രിയെ കുഴിയിലാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അൻവറിനെ വിളിച്ചു വരുത്തി രേഖകൾ മേടിച്ച് ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവരല്ലെങ്കിലേ പറയുന്നുണ്ട് അവർക്ക് ഒരു പോലീസ് ഉണ്ട്, ഒരു കോടതി ഉണ്ട്, എല്ലാം. ഈ കാര്യത്തിന് മാത്രം എന്താ പോലീസ് അന്വേഷിക്കുന്നില്ലേ? ഏതൊരു പരാതിക്ക് ഒരു അന്വേഷണം വേണ്ടേ? പരാതി ഞാൻ കൊടുത്താൽ അന്വേഷിക്കും എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. കൊടുത്തു കഴിഞ്ഞപ്പോ പറയുന്നു കറമ്പില്ല, അന്വേഷിച്ചോ അതുമില്ല. വെറും വാക്കാലുള്ളതാ ഇത്. വക്കീലെ ഒരു മിനിറ്റ്. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, അൻവറിനോടൊപ്പം ആരൊക്കെ പൊതുയോഗത്തിൽ പങ്കെടുക്കും? ഇപ്പോൾ അൻവറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ജലീൽ, അതുപോലെ കാരാട്ട് റസാഖിനെ പോലുള്ളവരൊക്കെ. ഈ CPM-ന്റെ ആരൊക്കെ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കും, അൻവറിനോടൊപ്പം ഉണ്ടാകും? ഞാന് ഒരു പ്രവചനം നടത്താം. കമ്മ്യൂണിസ്റ്റ് CPM പാർട്ടി മാർക്സിസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു ചേരിതിരിവുണ്ടാവും. മുസ്ലിം രാഷ്ട്രീയത്തിന് അനുകൂലമായി നിൽക്കുന്നവരും മുസ്ലിം രാഷ്ട്രീയം അല്ല, ജനങ്ങളെ രാഷ്ട്രീയമാണ് വേണ്ടത്, എല്ലാവരുടെയും രാഷ്ട്രീയമാണ് വേണ്ടത് എന്ന് പറയുന്നവരും രണ്ട് ചേരിയിലായി നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ടാവും. CPM-ന്റെ ഉള്ളിലുണ്ടാവും എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ, കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ടാവും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, ആലപ്പുഴ മണ്ഡലത്തിൽ ഒക്കെ കണ്ടതുപോലെ ഒരു ചേരിതിരിവുണ്ടാവും. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ ഒരു വിഭാഗം ആളുകൾ 30% വരുന്ന മുസ്ലിം വോട്ടാണ് വലുത്, അത് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാമെന്ന് വിശ്വസിക്കുന്നവരും, അതല്ല ശരി, കേരളത്തിന്റെ രാഷ്ട്രീയം അതല്ല, കേരളത്തിന്റെ സാധാരണക്കാരന്റെ താല്പര്യമാണ് കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇടതുപക്ഷക്കാരും
ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്കാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത്. അതിന്റെ ഒരു എന്താ പറയാ വിത്തിടൽ ആറ്റിങ്ങലിലും ആലപ്പുഴയിലൊക്കെ നടന്നിട്ടുണ്ട്. ആലപ്പുഴയിലെ ബൂത്ത് വൈസ് പഠിച്ചു നോക്കിയാൽ അതറിയാം, ആറ്റിങ്ങലിലെ ബൂത്ത് വൈസ് പഠിച്ചു നോക്കിയാൽ അറിയാം. അതായത് CPM-ന്റെ കോട്ടക്കുത്തളങ്ങളിൽ അവർക്ക് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ പരമ്പരാഗതമായി കിട്ടുന്നതിന്റെ പകുതി വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വരുന്ന ദിവസങ്ങളിൽ കേരളത്തിന്റെ ഇടതുപക്ഷത്ത് മുസ്ലിം രാഷ്ട്രീയമാണ് ശരിയെന്ന് വിചാരിക്കുന്നവർ ഒരു ഭാഗത്തോടും അല്ല എന്ന് വിചാരിക്കുന്നവർ മറുഭാഗത്തു നിന്നിട്ടുള്ള ഒരു ആഭ്യന്തര ഒരു സംഘർഷം, അത് എത്ര വലുതാവും എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ആ ഒരു ആഭ്യന്തര സംഘർഷം നമുക്ക് കാണാൻ സാധിക്കും. അഡ്വക്കേറ്റ് പ്രമോദിന്റെ സ്പെക്കുലേഷൻ എന്താ പെട്ടെന്ന്? വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഈ മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടി മലപ്പുറം പോലത്തെ ജില്ലകളിൽ, മുസ്ലിം ഡോമിനേറ്റഡ് ജില്ലകളിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ CPM കുറെ മുസ്ലിം, ഇപ്പൊ നിങ്ങൾ എടുത്താൽ അറിയാം, ഓരോ സംഘടനയിലെയും അവരുടെ കീഴ് സംഘടനയിലൊക്കെ മുസ്ലിം ആധിപത്യം കൊണ്ടുവന്നത് ഈ മുസ്ലിം ഇത് കിട്ടാനാ. ഈ പറഞ്ഞ പോലെ മരുമകനെ സപ്പോർട്ട് ചെയ്യുക. ഈസ് ഓൾസോ മുസ്ലിം, ഇന്റേണലി ഹീസ് എ മുസ്ലിം, അതിലൊന്നും ഒരു മാറ്റമൊന്നും ഇല്ല അവർക്ക്. അപ്പൊ ആ ഒരു ഇത് എന്ത് വന്നാലും ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഇതിൽ കൃത്യമായ വിഭജനം ഉണ്ടാവും. മുസ്ലിം ഡോമിനേഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഇതുവരെ കഴിഞ്ഞ 2 ഇലക്ഷനും LDF മുസ്ലിം സപ്പോർട്ട് കിട്ടാനാണ് ഇവരൊക്കെ കൂട്ടുപിടിച്ചത്. കാരാട്ട് റസാക്കായാലും ഇവർ അതൊക്കെ കൈമാറും. നിങ്ങൾ നോക്കിയോ, കൈയൊടി അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ നിങ്ങൾ സ്ഥാനാർത്ഥികളെ നോക്കിക്കോളൂ, ആരാ ഒന്നിനൊന്നും മെച്ചം പൈസക്കാരാണ്, അല്ലാത്ത സാധാരണക്കാരൻ മാറി വന്നവനെ ഒന്നും അല്ല ആക്കിയിരിക്കണത്. അപ്പൊ അവരുടെ ഈ പറയുന്ന 3 പേര് കയ്യിൽ നിന്ന് പോയാൽ തീർച്ചയായിട്ടും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ വളരെ, ആലപ്പുഴ, കൊല്ലം ഈ ജില്ലകളില് പത്മനാഭൻ സാറ് പറഞ്ഞ പോലെ വലിയൊരു താഴ്ചയുണ്ടാവും. അത് മുതലാക്കാൻ ഇപ്പൊ BJP ആയാലും കോൺഗ്രസ് ആയാലും ശ്രമിച്ചാൽ ഇവിടെ തീർച്ചയായും ഇതോടുകൂടി അൻവർ ഇപ്പൊ പ്രവചിച്ച പോലെ അവസാനത്തെ മുഖ്യമന്ത്രിയായി, CPM-ന്റെ അവസാന മുഖ്യമന്ത്രിയായി അവസാനിക്കും. യെസ്, മുഖ്യമന്ത്രി തനിക്ക് ഡാമേജ് ഉണ്ടാക്കി എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞത്. ഈ ഡാമേജ് ഇടത് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ അൻവറിന്? അൻവർ ഇടത് രാഷ്ട്രീയത്തിൽ തിരുത്തൽ ശക്തിയായി മാറുമ്പോൾ നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും